بسم الله الرحمن الرحيم ألف لام ميم را تلك آيات الكتاب والذي أنزل إليك من ربك الحق ولكن أكثر الناس لا يؤمنون الله الذي رفع السماوات بغير عمد ترونها ثم استوى على العرش وسخر الشمس والقمر كل يجري لأجل مسمى يدبر الأمر يفصل الآيات لعلكم بلقاء ربكم توقنون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അഭിവന്യരായ പണ്ഡിത മഹത്തുക്കളെ, ബഹുമാന്യരായ ഉമറാക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആദർശ വിശദീകരണ സമ്മേളനത്തിൽ സംബന്ധിച്ചിട്ടുള്ള സഹൃദയരായ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ ഇവിടെ മാറ്റത്തിരുത്തലുകളും മാറ്റിമറിക്കലുകളുമില്ലാതെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണമെന്ന ഒരു വലിയ ലക്ഷ്യമാണ് ഈ മഹിതമായ സംഘടനയ്ക്ക് എന്നും ഉണ്ടായിട്ടുള്ളത്. വർത്തമാന കേരളത്തെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യമായി പൈതൃകമായി നമുക്ക് ലഭിച്ചിട്ടുള്ള പരിശുദ്ധമായ ദീൻ പ്രവാചക ശൃംഖലയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള സയ്യിദുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ കൈമാറി വന്ന പാരമ്പര്യത്തിൻ്റെ മതത്തിൻ്റെ പ്രചാരകരാണ് നമ്മൾ. ഇവിടെ 1,24,000 ചില്ലാനം വരുന്ന മഹാന്മാരായ അമ്പിയാക്കൾ ഏത് തൗഹീദാണോ ഇവിടെ പ്രചരിപ്പിച്ചതെങ്കിൽ ആ തൗഹീദാണ് മാറ്റിത്തിരുത്തലും മാറ്റിമറിക്കലുകളുമില്ലാതെ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പടച്ചവന്റെ പക്കൽ നിന്ന് അതാത് സമയങ്ങളിൽ കൃത്യമായി ലഭിച്ച വഹയിലൂടെ ദീനിന്റെ നിയമങ്ങളും തത്വസംഹിതകളും കൽപ്പനകളും വിരോധനങ്ങൾ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ നബി തങ്ങൾക്ക് എത്തുകയും മഹാനായ നബി തങ്ങൾ അത് സച്ചരിതരായ സ്വഹാബികൾ പറഞ്ഞു കൊടുക്കുകയും ആ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ച് മാറ്റത്തിരുത്തലുകളും മാറ്റിമറിക്കലുകളും കൂട്ടിച്ചേർക്കലുകളും ഉള്ളത് ഒഴിവാക്കലും ഒഴിവാക്കി കിട്ടിയതുപോലെ തങ്കമായ പരിശുദ്ധമായ ദീൻ ലോകത്തിന്റെ പല ഭാഗത്തും പ്രചരിപ്പിച്ചു. പ്രത്യേകിച്ച് കേരളത്തിലും. ഈ കേരളത്തിലേക്ക് ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന സ്വഹാബികൾ, അവരെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടത് അസ്വഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും എന്നാണ്. എൻ്റെ സ്വഹാബികളെ, എൻ്റെ അനുചരന്മാരെ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്തിന്റെ വഴിയിൽ പ്രവേശിക്കുന്നതാണ്. അതടിസ്ഥാനത്തിൽ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ പരിശുദ്ധമായ ദീൻ
ഇവിടെയുണ്ടായിരുന്ന ആളുകൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ചരിത്ര സംഭവങ്ങൾ വസ്തുനിഷ്ഠമായി നമുക്കറിയാം. ഇവിടെ കേരളത്തിൽ ഈ ദീൻ പ്രചരിപ്പിക്കുകയും ആളുകൾ അതിലേക്ക് കടന്നു വരികയും ഇവിടെയുണ്ടായിരുന്ന വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ മുഴുവനും പാരമ്പര്യമായി നമ്മൾക്ക് കിട്ടിയതാണ് എന്നത് രണ്ടഭിപ്രായമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് കേരളത്തിന്റെ മണ്ണിൽ വിശ്വാസികൾക്കിടയിൽ നാളിതുവരെ ചെയ്തു പോന്നിരുന്ന ആചരിച്ചു പോന്നിരുന്ന ഇത്തരം വിഷയങ്ങളിൽ രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാക്കുകയും ചർച്ചകൾ ഉണ്ടാക്കുകയും ഒരു വിഘടനത്തിന്റെ വിത്തുപാകാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ ഇവിടെ ബിദ്അത്തുകാർ എക്കാലത്തും നടത്തിയിട്ടുണ്ട്. നമ്മൾക്കറിയാം, കേരളത്തിൽ അറിയപ്പെടുന്ന മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, തൽബീഗ്, ഖാദിയാനി, ചേകനൂർ, മൗദൂദി, ഇനി വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും. ഇവരെല്ലാം കേരളത്തിന്റെ മണ്ണിൽ വന്നിട്ടുള്ളത് ഞങ്ങൾ ദീനിന്റെ വാക്താക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് അവർക്ക് അതിനു വേണ്ട ലക്ഷ്യം? എന്താ കയ്യിലുണ്ടായത്? തങ്ങളും ഖുർആനും ഹദീസും പറയുന്നവരാണെന്നാണ് അവരും വാദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ചേകനൂർ മൗലവി ഇന്ന് ഇതുവരെ മാന്തിയിട്ട് ലക്ഷ്യം കാണാത്ത ചേകനൂർ മൗലവി കേരളത്തിന്റെ മണ്ണിൽ വന്ന് 5 വഖത്തുള്ള നിസ്കാരം 3 വഖത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അയാളെ സ്വീകരിക്കാനും കേരളത്തിന്റെ മണ്ണിൽ ആളുണ്ടായി എന്നത് വസ്തുതയാണ്. മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന പേരിൽ അയാൾ സംഘടനയുണ്ടാക്കി. അയാൾ വാദിച്ചതും 5 വഖത്ത് നിസ്കാരം ആവശ്യമില്ല, 3 വഖത്തേ ഉള്ളൂ. എന്നിട്ട് അതിന്റെ പേരിൽ അദ്ദേഹം ഒരു പുസ്തകം വരെ എഴുതി മലയാളത്തിൽ. എന്താണ് ആ പുസ്തകത്തിന്റെ പേര്? നിസ്കരിച്ച് ബുദ്ധിമുട്ടിയവർക്കും ബുദ്ധിമുട്ടോർത്ത് നിസ്കരിക്കാത്തവർക്കും പറ്റിയ ഗ്രന്ഥം എന്നാണ് അതിന്റെ പേര്. അത് പേര് കേട്ടാൽ തന്നെ അറിയാം എത്രത്തോളം അതിന് ഫളായിലുണ്ട്. നിസ്കരിച്ച് ബുദ്ധിമുട്ടിയവർക്കും ബുദ്ധിമുട്ടോർത്ത് നിസ്കരിക്കാത്തവർക്കും പറ്റിയ ഗ്രന്ഥം. അത് വായിച്ചു നോക്കിയാൽ വിശപ്പുള്ള നിസ്കരിക്കണ്ട, പള്ള നിറഞ്ഞ് ഭക്ഷണം ഉണ്ടായിട്ട് ക്ഷീണമുള്ളവനും നിസ്കരിക്കണ്ട, ജോലിക്ക് പോകണോ നിസ്കരിക്കണ്ട, ജോലി കഴിഞ്ഞ് ക്ഷീണമുള്ളവൻ തീരെ നിസ്കരിക്കണ്ട, ഉറക്കു തൂങ്ങിയാൽ അത്രയും നിസ്കരിക്കണ്ട, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റവും തീരെ നിസ്കരിക്കണ്ട. ഇങ്ങനെ കണക്ക് കൂട്ടിയാൽ നിസ്കാരമെന്ന പവിത്രമായ ഈ ഇബാദത്തിനെ നിസ്സാരവൽക്കരിക്കാൻ, അതും അടിസ്ഥാനപരമായ 2 പ്രമാണങ്ങളുടെ നേതൃത്വത്തിൽ ചേകനൂർ മൗലവി വന്നപ്പോൾ അയാളെ സ്വീകരിക്കാനും കേരളത്തിൽ ആളുണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഏത് ആശയങ്ങൾ ആര് കൊണ്ടുവന്നാലും അതിനെ സ്വീകരിക്കുന്ന ഒരു സമീപനം കേരളീയ മുസ്ലിമീങ്ങൾക്കുണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ നാം എവിടെ നിൽക്കണമെന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ നമ്മൾക്കുണ്ടാകണം. അതിനാണ് നമ്മൾ SYSന്റെ 60ാം വാർഷിക മഹാസമ്മേളനം കാസർഗോഡ് വാദി ത്വയ്ബയിൽ വെച്ച് നടക്കുമ്പോൾ പൈതൃകത്തിന്റെ 15ാം നൂറ്റാണ്ട് എന്ന് നമ്മൾ പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ആചരിക്കുന്ന അനുഷ്ഠിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും 15 നൂറ്റാണ്ടിന്റെ 1500 കൊല്ലത്തെ പൈതൃകം നമ്മൾക്ക് അവകാശപ്പെടാനുണ്ട്. നമ്മളിവിടെ 20 റക്അത്ത് തറാവീഹ്സ്കരിക്കുന്നതിൽ നമ്മുടെ പാരമ്പര്യം എത്രയാണ്? 15 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമാണ്. നമ്മൾക്കിവിടെ മന്ത്രിച്ചൂതുന്നതിന് എത്ര കാലത്തെ പാരമ്പര്യമുണ്ട്? 15 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട്. നമ്മളിവിടെ അറബിയിൽ ഖുതുബ ഓതുന്നതിന് എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്? അതിന് 15 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട്. ഇവിടെ സ്ത്രീ പള്ളിയിൽ പോകരുത്, പുരുഷന്മാർ മാത്രം പോയാൽ മതി, അത് പരിശുദ്ധ ദീനിന്റെ നിയമത്തിന് എതിരാണെന്ന് പറഞ്ഞ ഈ നിയമത്തിന് എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്? 15 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട്. മറുത്തു പറയുന്ന ആളുകൾക്ക് ഈ വിഷയത്തിൽ എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്? അത് അവർ പറയേണ്ടതാണ്. കേരളത്തിൽ ആദ്യമായി ഒരു പെണ്ണ് പള്ളിയിൽ പോയത് ഏതൊരു നബീസ താത്തയോ ഒരു ആയിഷക്കുട്ടി താത്തയോ ആണെന്ന് പറയപ്പെടുന്നു. അല്ലാഹു അഅലം. ഇത്താത്താക്ക് പള്ളിയിൽ പോയതിൽ, അവർക്ക് ഈ പള്ളിയിൽ പോയി അവകാശപ്പെടുന്നതിൽ എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്? 60 അതിൽ അല്പം കൂടുതലോ? നേരത്തെ ഇവർ നടത്തിയ സമ്മേളന പ്രമേയങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങൾ നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട് ആചരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് തങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിലും വിശ്വസിക്കുന്ന കാര്യങ്ങളിലും 1 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമാണുള്ളതെങ്കിൽ നമ്മൾക്ക് 15 നൂറ്റാണ്ടിന്റെ 1500 കൊല്ലത്തെ സയ്യിദുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ദീനോളം നമ്മൾക്ക് പാരമ്പര്യമുണ്ട്. അതുകൊണ്ടാണ് അതിൽ അടിയുറച്ച് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമ്മൾക്കുണ്ടായിരിക്കേണ്ടതാണ്. തെറ്റിദ്ധാരണകളും
അതുപോലെ കള്ളപ്രചരണങ്ങളും സമുദായത്തിൽ വ്യാപകമായി നടക്കുമ്പോൾ ഇന്നതാണ് ഹക്ക് എന്ന് പറയാൻ ഇവിടെ ഒരു സമൂഹം, ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എന്നും ഹക്കിന്റെ മേൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു കൂട്ടായ്മ ഇവിടെ അത്യാവശ്യമാണ്. അത് ആവശ്യമാണ് എന്നല്ല, അത്യാവശ്യമാണ്. ഇവിടുത്തെ വിദേഹത്തിന്റെ ആളുകൾക്ക് പാകപ്പിഴവ് സംഭവിച്ച പലതിൽ ഒരു കാര്യം ആദരവും ആരാധനയും തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നതാണ്. നമ്മൾ ആദരിക്കുന്ന പല വിഷയങ്ങളെയും ആരാധനയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. ആദരവും ആരാധനയും രണ്ടാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ലായ്മ ഇവിടുത്തെ വിദേഹത്തുകാർക്ക് സംഭവിച്ചു പോയി എന്നത് മഹാപാതകമാണ്. ഏതായാലിരിക്കട്ടെ, ഈ കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞുപോയ മഹാന്മാരായ ആളുകൾ പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും വളരെ വ്യക്തമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇവിടെ വ്യാഖ്യാനങ്ങൾ നൽകി കേരളീയ മുസ്ലിമീങ്ങളെ എന്നല്ല ലോക മുസ്ലിമീങ്ങളെ സ്വർഗീയ പാന്താവിലേക്ക് കൊണ്ടുപോകേണ്ട വലിയൊരു ദൗത്യമാണ് ഇവിടെ മഹിതമായ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുദായം ഏറ്റെടുക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചോരോ സമസ്തക്ക് 8.5 വർഷത്തെ 85 വർഷത്തെ പാരമ്പര്യമാണെങ്കിലും ഈ ആദർശത്തിന് ഈ പറയപ്പെട്ട 1500 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. പക്ഷേ നമ്മൾക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവ് പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി കേൾക്കാം. ഹുസൈൻ സലഫി എന്താണ് അദ്ദേഹം പറയുന്നത്? കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം എന്നത് ചില ആളുകൾ ആദർശം ആദ്യം ഉണ്ടാക്കും, ആദ്യം വിഷയങ്ങൾ പറയും, വിഷയങ്ങൾ പറഞ്ഞ് സമുദായത്തിൽ അത് എത്തിയതിനു ശേഷം പിന്നീട് അതിനെപ്പറ്റി ചർച്ചയാകുമ്പോൾ ആ പറഞ്ഞ ആദർശത്തിന് വല്ല തെളിവുമുണ്ടോ എന്ന് പ്രമാണങ്ങളിൽ തെളിവ് തിരയും. തങ്ങൾ പറഞ്ഞ ആദർശത്തിനോ ആശയത്തിനോ തെളിവില്ലെന്ന് കണ്ടാൽ ഉള്ള ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്ത് ഉള്ള ആശയങ്ങളിലേക്ക് തെളിവായി ഉദ്ധരിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്നാണ് ഹുസൈൻ സലഫി പറയുന്നത്. അതൊന്ന് കേൾക്കുക. പലരും ചെയ്യുന്നത് ആദർശം ആദ്യമായി ഉണ്ടാക്കുകയാണ്. ഓരോരുത്തരും അവർക്കൊപ്പിച്ച് ചില ആദർശങ്ങൾ ആദ്യം അങ്ങ് പറഞ്ഞു വെക്കും. എന്നിട്ട് അവക്കത്തുകൊണ്ട് അവർ പ്രമാണങ്ങൾ തിരയുകയാണ്. അവരുണ്ടാക്കി തീർത്തിട്ടുള്ള കുറെ ആശയങ്ങൾക്ക് തെളിവ് അവർ പ്രമാണങ്ങളിൽ തിരയുകയാണ്. അതല്ലല്ലോ ചെയ്യേണ്ടത്. ആദ്യം ആദർശമുണ്ടാക്കി പിന്നെ അതിന് തെളിവ് തിരയുകയല്ല വേണ്ടത്. പാരമ്പര്യമായി അടിസ്ഥാനപരമായി രേഖാമൂലം രേഖപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങൾ അത് ആദർശമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത്. വാസ്തവത്തിൽ പ്രമാണങ്ങളിൽ അതിന് തെളിവ് കാണാതാകുമ്പോ ഉള്ള പ്രമാണങ്ങളെ വളച്ചൊടിക്കുകയോ കള്ളരേഖകൾ കെട്ടിയുണ്ടാക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണതയാണെന്ന് പലരിലും കാണുന്നത്. ആ പ്രവണത എല്ലാവരും ഒഴിവാക്കി അവിടെ ഒത്തൊപ്പിച്ചു പോകാൻ കഴിയും. ആ പ്രവണത ഒഴിവാക്കണമെന്നാണ് എക്കാലത്തും ഈ മഹിതമായ പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അനിഷേധ്യനായ അമരക്കാരനായിരുന്ന റഈസുൽ ഉലമ കാളമ്പാടി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, അല്ലാഹു മഹാനവർകളോട് കൂടെ നമ്മളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ, സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പാണ്ഡിത്യത്തിന്റെ നിറകുടമായ നിഷ്കളങ്കതയുടെ പര്യായമായ പടച്ചവരെയല്ലാതെ ഭൂമുഖത്തൊരു മഖ്ലൂഖിനെ പോലും പേടിക്കാത്ത മഹാനായ കാളമ്പാടി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മഹാനവറുകളോട് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലക്ഷ്യം എന്താണ്? മഹാനവറുകൾ പറയട്ടെ. ബഹുമാനപ്പെട്ട നബിയും അവിടുത്തെ സഹാബത്തും ആ സഹാബത്തിനോട് പിൻപറ്റിയതായ താബീങ്ങൾ, തബഅ് താബീങ്ങൾ അടക്കം ഇന്നേവരെ ഭൂമി ലോകത്ത് വിശ്വാസപരമായിട്ടും കർമ്മപരമായിട്ടും തസവുഫ് സംബന്ധമായിട്ടും എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്നുവോ ആ പ്രവർത്തനങ്ങൾ അപ്പന് പ്രവർത്തനത്തിൽ കൊണ്ടുവരണം എന്നാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ജനങ്ങളോട് പറയുന്നത്. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശം. പാരമ്പര്യമായി കിട്ടിയ ദീൻ അത് തസവുഫ് സംബന്ധമായി, വിശ്വാസ സംബന്ധമായി, കർമ്മപരമായി കിട്ടിയ മുഴുവൻ ദീനിന്റെ ഉസൂലുകളും അത് അപ്പടി ഇവിടെ നിലനിർത്തുക എന്നതാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളടക്കമുള്ള സമസ്തയുടെ കഴിഞ്ഞുപോയ മഹാന്മാരായ ആളുകൾ ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടി മാത്രമാണ് ഈ സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. പടച്ചവന്റെ പക്കൽ പരിശുദ്ധമായ ദീനിന് ഖിദ്മത്ത് ചെയ്തതിന്റെ പ്രതിഫലം കിട്ടണമെന്നും ഇതിന്റെ പേരിൽ സമുദായം വഴിതെറ്റിപ്പോകരുതെന്നും ഈ മഹാന്മാരായ ആളുകൾ ഉദ്ദേശിച്ചു എന്നതാണ് ചുരുക്കം. ആ പ്രവർത്തനം നിലനിർത്താനാണ് മഹാന്മാരായിരിക്കുന്ന മശായിഖന്മാർ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദ
മഹാനവറുടെ നേതൃത്വത്തിൽ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിതമായത് ആ ആവശ്യത്തിനാണ്. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും കാലം മുതൽക്ക് നടന്നു പോന്ന പ്രവർത്തനങ്ങൾ അലങ്കോലപ്പെടുത്തി പ്രവർത്തിക്കുന്ന ചില വിദഈ പ്രസ്ഥാനക്കാർ പണ്ടുകാലത്ത് പുറപ്പെട്ടു. നമ്മുടെ കേരളത്തിലേക്ക് അവർ എത്തിച്ചേരുന്നത് കാലക്രമീണയാണ്. ഈ ബിദ്അത്ത് എന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, പഴയ കാലം മുതൽക്കുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബി എന്ന കള്ളപ്രവാചകൻ രംഗപ്രവേശനം നടത്തിയപ്പോ അദ്ദേഹം പറഞ്ഞ ഞാൻ സക്കാത്ത് കൊടുക്കൂല, ബാക്കിയുള്ള ഏർപ്പാടിലൊക്കെ ഞാൻ സഹകരിച്ചോളാം, പൈസ മൊത്തിട്ടുള്ള കളിക്ക് ഞാനില്ല, ഞാനും പ്രവാചകനാണ്, ഞാനും നബിയാണ് എന്ന് പറഞ്ഞ് മുസൈലിമത്തുൽ കദ്ദാബ് വന്നു. അപ്പൊ ഒരു പമ്പറിനോട് പറഞ്ഞു ഞാൻ നബിച്ചിയാണ്. ഇങ്ങനെ ഓരോ വാദങ്ങളായി ഓരോരുത്തർ കടന്നു വന്നു. അവർക്കൊക്കെ അവരുടേതായ ന്യായങ്ങൾ ഉണ്ടായിരുന്നു. അതല്ല ദീനിന്റെ ഉസൂല്, അടിസ്ഥാനപരമായ പ്രമാണങ്ങളാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരവസരം മദീന പള്ളിയിലെ മിമ്പറയിൽ കയറി നിന്നുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിനാ, നമ്മളെ ഷാമിൽക്കും യമനിക്കും നീ ബർക്കത്ത് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ ഒരു വ്യക്തി പറഞ്ഞു വഫീ നജ്ദിനാ, യമനും ഷാമും നബിയെ തങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തിയല്ലോ, ബർക്കത്ത് കൊണ്ടുള്ള ദുആയിൽ ഉൾപ്പെടുത്തിയല്ലോ, ഞാൻ നജ്ദ് നാട്ടുകാരനാണ്, ആ നജ്ദിന്റെ കാര്യത്തിലും ദുആ ചെയ്യണം. അപ്പോൾ റസൂല് പറഞ്ഞത് വമിൻഹാ യഖ്റുജു ഖർനു ശൈത്താൻ, ശൈത്താന്റെ പാർട്ടികൾ ആ നജ്ദിൽ നിന്ന് പുറപ്പെടുന്നതാണ്. യമനിന്റെയും ഷാമിന്റെയും ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത സദസ്സിൽ വെച്ച് നജ്ദിന്റെ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ വമിൻഹാ യഖ്റുജു ഖർനു ശൈത്താൻ, പിശാചിന്റെ പാർട്ടി പുറപ്പെടുന്നത് നജ്ദിൽ നിന്നാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്വഭാവമുണ്ട്, 100 ആളുണ്ടെങ്കിൽ 99 ആളും സുന്നിയാണെങ്കിൽ എന്നാ ഞാൻ മുജാഹിദാകുക എന്ന് പറയും. കൂരിയാറ്റ പറഞ്ഞതുപോലെ എന്നാ ഞാൻ മുജാഹിദാകുക. അതൊരു മെജോറിറ്റിയാണ് എന്ന് മനസ്സിലാക്കി പോയ ചില ആളുകൾ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇന്നൊരു മുജാഹിദുകാരനാണെങ്കിൽ നമുക്കറിയാം, പഴയ കാലത്തൊക്കെ ഒരു മുജാഹിദുകാരൻ അങ്ങാടി കൂടെ നടക്കുകയാണെങ്കിൽ 10 ആനുള്ള വാപ്പാന്റെ മോൻ നടക്കുമ്പോൾ ഇങ്ങനെ നടന്നില്ല. ഇന്നങ്ങനല്ല, അടക്കകട്ട കള്ളം പോണാലേ പോണേ. അത് ജിന്ന, അത് ശൈത്താന, അത് പേദ ഗ്രൂപ്പ് എന്ന് പരസ്പരം ചോദിക്കപ്പെടുമ്പോൾ മാനം കെട്ടുകൊണ്ട് ആ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവർക്ക് ഈ വിഷയത്തിൽ എത്രയാണ് പാണ്ഡിത്യമുള്ളത്? പക്ഷെ ഇവിടെ കൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ചില ആളുകൾ മനസ്സിലാക്കി സുന്നി മുജാഹിദുള്ള എന്താ വ്യത്യാസം, ഓരോ ദ്വാരക്കണില്ല, നമ്മൾ ദ്വാരക്കണുണ്ട്, അവര് ഖബർ സിയാറത്ത് ചെയ്യണില്ല, നമ്മൾ ഖബർ സിയാറത്ത് ചെയ്യുന്നുണ്ട്, അവര് നബിദിന ജാഥ നടത്തുന്നില്ല, നമ്മൾ നടത്തുന്നുണ്ട്, നമ്മൾ നേർച്ച നടത്തുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവർ നേർച്ച നടത്താതെ ഭക്ഷണം കഴിക്കുന്നു. ആ ചെറിയ ചെറിയ മാറ്റമല്ലേ ഉള്ളൂ. അല്ല, അങ്ങനെ നമ്മൾ കരുതിയെങ്കിൽ അത് തെറ്റിപ്പോയി. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് അബൂജഹലിനേക്കാളും ഏറ്റവും താഴ്ന്നു നിൽക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ എന്നു മാത്രമല്ല, സമസ്ത എന്ന സംഘടന ഇസ്ലാമിക സംഘടന അല്ലെന്ന് ആദ്യമായി മലയാള മണ്ണിൽ പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനക്കാരാണ്. അതിന് നിന്റെ കണ്ണു നോക്കിയിട്ടൊന്നൊരു കാര്യമില്ല, അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. സമസ്ത എന്ന സംഘടന ഒരു ഇസ്ലാമിക സംഘടന അല്ല. അപ്പൊ ഈ ലൊമീർ എവിടേക്കൊക്കെ മടങ്ങും? മുസ്ലിങ്ങൾ നടത്തിയ ദഅവത്തല്ല സമസ്ത നടത്തുന്നത്. വളരെ കൃത്യമായി പറഞ്ഞ, എന്റെ ശൈലി പറഞ്ഞ സമസ്ത ഇസ്ലാമിക സമൂഹമല്ല. കണ്ടോ നിങ്ങൾ, ഇയാളൊക്കെ എന്താ ചെയ്യേണ്ടി? ഇയാളും നമ്മളെ ജീവിക്കണുണ്ടല്ലോ. സമസ്ത എന്ന് പറയുന്ന സംഘടന ഒരു ഇസ്ലാമിക സംഘടനയല്ല എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞ് ഇന്നുവരെ ഇയാൾ തിരുത്തിയിട്ടില്ല. എന്താ പോർക്ക് കുഴപ്പമെന്ന് ചോദിച്ച് പോയി അയലുമ്പക്കേറെ തീരുമാനമെടുക്കുന്ന ആളുകൾ ചിന്തിക്കാൻ വേണ്ടി പറയാം. വെറും ദ്വാരക്കലും മൗലൂദും അല്ല അവരും നമ്മളുള്ള വ്യത്യാസം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഗൾഫ് പോണതിന് മുമ്പ് പള്ളിക്കൽ ഉസ്താദിന്റെ അടുത്തുനിന്ന് വന്നിട്ട് പറയും, ഉസ്താദെ ദ്വാരക്കണം, ആദ്യമായിട്ട് പോവാണ്, ഗൾഫ് ഇതുവരെ കണ്ടിട്ടില്ല, ജിദ്ദ കണ്ടിട്ടില്ല, എയർപോർട്ട് കണ്ടിട്ടില്ല, വിമാനത്തിൽ ഇതുവരെ കയറിയിട്ടില്ല, പള്ളിൻ്റെ ഉള്ളിലൊക്കെ പാടെ ബദ്റുഹുദ് നടക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ദ്വാരക്കണം. ആ ഉസ്താദ് പറഞ്ഞ മനേജ് ബേജാറാകണ്ട, അസ്മാഉൽ ബദ്ർ ഒറ്റക്ക് ചെല്ലാൻ കഴിയില്ല, അങ്ങനെ ചെല്ലിക്കോ, അല്ലെങ്കിൽ ചെല്ലാൻ ഒരാളെ കൂട്ടിക്ക് അയലോക്കാരൊക്കെ ഒന്ന് കൂട്ടി ഭക്ഷണം കൊടുത്തിട്ട് അസ്മാഉൽ ബദ്രൊക്കെ ഒന്ന് ചെല്ലി ദ്വാരനാളെന്ന് പറഞ്ഞു.
മുറാദ് ഹാസലാകാൻ അസ്മാഉൽ ബദറിലെ ഖത്തൻ ഒന്ന് ഒറ്റ ചൊല്ലുമല്ല കാര്യം മുറാദ് ഹാസലാകാൻ. ഈ സാധു ആളെ വിളിക്കുന്നു, അവർ കൂടുന്നു, പള്ളിയിലെ ഉസ്താദിനെ വിളിക്കുന്നു, ദിക്റും സ്വലാത്തൊക്കെ നടത്തി, അസ്മാഉൽ ബദറൊക്കെ നടത്തി, റാഹത്തായി. ഉസ്താദ് ദുആയിരുന്നു, ഭക്ഷണമൊക്കെ കൊടുത്തു, ഒക്കെ റാഹത്തായി പിരിഞ്ഞു. പിറ്റേന്ന് പോവാണ് തട്ടുമുട്ടലില്ലാതെ. മഹാന്മാരായ ബദരീങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഇയാൾ ഗൾഫിലെത്തി. അൽഹംദുലില്ലാഹ് ഒരു കൊല്ലം കൊണ്ട് കടങ്ങളൊക്കെ തീർന്നു. 2 കൊല്ലായപ്പോൾ പിന്നെ സമ്പാദിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ പിന്നെ പെയിന്റിങ്ങാർ ഒഴിവാക്കിയ ബ്രഷ് പോലത്തെ താടിയായിട്ടാ പിന്നെ വരുന്നത്. ഓന് പിന്നെ അസ്മാഉൽ ബദർ കണ്ടൂടാ, ഒരു മങ്കൂസ് മൗലൂദ് കണ്ടൂടാ. ഇവൻ പച്ച പിടിച്ചത് ഈ മങ്കൂസ് മൗലൂദ് കൊണ്ടാണ്. അങ്ങനെ 6 മാസത്തെ ലീവാണ്. 5 മാസം ആയപ്പോഴേക്ക് കൊണ്ടുവന്നതൊക്കെ തീർന്നു. ഇനി 1 മാസമുണ്ട്. ഈ 1 മാസം പെണ്ണുങ്ങളെ സോപ്പിട്ട് 34 കയ്യുമ്പത്തെ വളക്കെ വാങ്ങി വിറ്റ് അങ്ങനെ കൊണ്ടുവന്നു. പിന്നെ പോകാൻ നേരത്തെ ടിക്കറ്റ് പോലും പൈസ ഇല്ല. അപ്പം പിന്നെ ഉസ്താദിൻ്റെ അടുത്തേക്ക് പോകും. ഉസ്താദെ ദ്വാരക്കാൻ മറക്കരുത്, 2ാം വട്ട പോകണം. ഇങ്ങനെ നാടിൻ്റെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് രഹസ്യമായിട്ടാണ്. നമുക്കറിയാലോ, കാര്യം സാധിക്കാൻ അതേ മാർഗമുള്ളൂ എങ്കിൽ കാര്യം സാധിക്കപ്പെടുന്ന മാർഗങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിത സാഹചര്യത്തിൽ പലരും തയ്യാറാകുന്നു. അപ്പൊ ശിർക്ക് തൽക്കാലം നാട് മാറ്റിവെച്ചാൽ മതി. അപ്പൊ ചുരുക്കത്തിൽ സമസ്ത എന്നത് ഇസ്ലാമിക സംഘടനയല്ല എന്നാണ് അവരുടെ വിശ്വാസം. ബാക്കി പറയട്ടെ. സമസ്ത എന്ന് പറയുന്ന വിഷമമുണ്ടല്ലോ, അബൂജഹലിനേക്കാൾ കുറച്ചുകൂടി താഴെ നിർത്തണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അബൂജഹലിനേക്കാളും കുറെ താഴ്ന്നു നിൽക്കുന്ന വിഭാഗമാണ് സുന്നികള്. എത്ര ഗൗരവമുള്ളൊരു ആരോപണമാണത്. അബൂജഹലിനേക്കാൾ താഴ്ന്നു നിൽക്കുന്ന മുശ്രിക്കീങ്ങളാണെന്നും ഇസ്ലാമിക സംഘടനയല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമല്ല എന്നല്ലേ പറഞ്ഞതിനർത്ഥം? ഇങ്ങനൊരു മുസ്ലിം സമുദായത്തെ പറ്റി ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കാമോ? അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവന്റെ ഹാൽ എന്താണെന്ന് ഡോക്ടർ സക്കരിയ സലാഹി പറയട്ടെ. ഓല് തമ്മിൽ എന്ത് തീരുമാനമാക്കണേ? കാഫിറാണെന്ന് നമ്മൾ പറഞ്ഞാൽ അയാൾ കാഫിർ അല്ലെങ്കിൽ ആ കുഫർ നമ്മളിലേക്ക് വരും, നമ്മൾ കാഫിറായി പോകുന്നതാണ്. മനസ്സിലായില്ലേ? വലിയ ഗൗരവമാണ്. കണ്ടോ, അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഒരാൾ കാഫിർ അല്ലെങ്കിൽ കാഫിർ അല്ലാത്തവനെ കാഫിർ എന്ന് വിളിച്ചാൽ ഇസ്ലാമിന്റെ ലേബലിൽ നിന്ന് സംഘടനാപരമായ ലാഭത്തിന് ഇസ്ലാമിന്റെ ലേബലിൽ നിന്ന് വല്ലവരെയും പുറത്തു കൊണ്ടുപോകുന്ന പണി ചെയ്താൽ ഗൗരവമുള്ള വിഷയമാണ്. ഇങ്ങനെയുള്ള മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആശയങ്ങളും ആദർശങ്ങളും പറഞ്ഞതുകൊണ്ടായിരിക്കാം സക്കരിയ സലാഹി തന്നെ പറയുന്നു, ഇപ്പൊ നമ്മളെ കണ്ടിട്ട് ആരും മുജാഹിദിക്ക് വരുന്നില്ല എന്നുള്ള സങ്കടം അപ്പൊ മൂപ്പർക്കുള്ളത്. നമ്മളെ കണ്ടിട്ട് ഇപ്പൊ ആരും മുജാഹിദ് ആകണില്ല. വല്ലവനും ആയിട്ടുണ്ടെങ്കിലോ അത് പഠിച്ചിട്ടല്ല, അത് മുമ്പ് പറയുന്നുണ്ട്, അത് പഠിച്ചിട്ടൊന്നുമല്ല, അത് സാഹചര്യം അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെയാണോ? ഞാൻ അങ്ങനെയാണ് പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ടോ? ഈ കോലം കണ്ട ആരും വരുമോ? അതിനൊക്കെ മനുഷ്യന്മാരെ കോലത്ത് നടക്കണ്ടേ? അതിനൊന്നും ആരും സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല. മുജാഹിദുകളായി നാട്ടിൽ അറിയപ്പെടുന്ന ആളുകൾ, KNM-ന്റെ ISM-ന്റെ ആളുകൾ, അവരെ ജീവിത വിശുദ്ധി കണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് വളരെ കുറച്ച് മാത്രമാണ്. അതുകൊണ്ട് ഇനിയിപ്പോ എന്താ വേണ്ടു? ജീവിത വിശുദ്ധി ഉണ്ടാക്കണം. ജീവിത വിശുദ്ധി ഉണ്ടാക്കാൻ എന്താ ചെയ്യാ? അത് മസാലക്കടയിൽ ചെന്നിട്ട് 1.5 കിലോ ജീവിത വിശുദ്ധി എന്ന് ചോദിച്ചാൽ കിട്ടൂല. ആ ജീവിത വിശുദ്ധി ഉണ്ടാക്കാൻ ആദരിക്കേണ്ടവരെ ആദരിക്കണം, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. ആദരിക്കേണ്ടവരെ ആദരിക്കാനും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും പഠിക്കണം. ഏത് വിഷയത്തിലും ചുരുങ്ങിയ ഒരു നിബന്ധന, ചുരുങ്ങിയ ഒരു ഹുക്കുമ് ശിർക്കും കുഫറുമായി മാത്രം തരം താഴാൻ പാടില്ല. ഇവിടെ ഹുക്കുമുകൾ വേറെയും കുറെ ഉണ്ട്. വെറും ശിർക്കും കുഫറുമായി മാത്രം തരം താഴരുത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നിഷ്പക്ഷമായി പഠിക്കുമ്പോൾ സത്യം ബോധ്യപ്പെടും. സൗകര്യം പോലെ പറയാ. കാരണം എന്താ അറിയോ, മുമ്പ് മുജാഹിദുകൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇപ്പൊ ആള് കൂടിയപ്പോ എന്ത് സംഭവിച്ചപ്പോ ക്വാളിറ്റി കുറഞ്ഞു. അപ്പൊ ഇപ്പൊ ക്വാളിറ്റി ഇല്ലാത്ത മുജാഹിദാണില്ലേ? ഞാൻ പറയല്ലോ, എന്റെ കണ്ണുക്ക് ഒരു കുട്ടി നോക്കണ്ട, മുജാഹിദിനെ നേതാവാ പറയണം. ഇതിലും വലിയ നേതാവ് പെറ്റിട്ട് വേണം. പെറ്റ കൂട്ടത്തിലൊന്നുമില്ല. അപ്പൊ ഇയാള് പറയാണ് നമ്മൾ ക്വാളിറ്റി കുറഞ്ഞൊരു സംഘടനയാണ്. ഇവിടെ ക്വാളിറ്റി ഉള്ള സംഘടനയുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പത്തരമാറ്റുള്ള സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇത് പാരമ്പര്യത്തിന്റെ പൈതൃകമായി കിട്ടിയ കണ്ണി അണമുറിയാതെ ഇടമുറിയാതെ കോർത്തുകൊണ്ടാണ് കൊണ്ടു നടക്കുന്നത്. ആർക്കും കയറി വരാവുന്നതാണ്, ഹിദായത്ത് ഉറപ്പിക്കാവുന്നതാണ്. കൂടിയപ്പോ എന്ത് സംഭവിച്ചപ്പോ ക്വാളിറ്റി കുറഞ്ഞു. ക്വാളിറ്റി കുറഞ്ഞ ചപ്പും ചവറും ഒക്കെ ഇതിലേക്ക് കയറി വന്നു.
മൂപ്പര് പറഞ്ഞ ചപ്പ്. കുറെ ചപ്പും ചവറും കയറി വന്നു. നമ്മൾ മനസ്സിലാക്കിയ കുറച്ചൊക്കെ വിവരമുള്ളവരുണ്ടായിരുന്നു എന്നാ. മൂപ്പര് പറഞ്ഞ അങ്ങനെയൊന്നുമല്ല, ചപ്പും ചവറൊക്കെ ഇതിലേക്ക് കയറി വന്നത്. എന്നിട്ടോ പ്രത്യേകിച്ച് ഒരു പഠനമോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്താതെ കുറെ ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നു. ഓനൊക്കെ അങ്ങനൊന്നും പറയരുതെന്ന് നമുക്ക് പറയണൊക്കെ മോശമല്ലേ. ഏതായാലും വലിഞ്ഞു കയറിയിട്ട് എവിടം വരെ എത്തി പറയട്ടെ. പ്രസിഡന്റും സെക്രട്ടറിയും മേഖലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി സംസ്ഥാനത്തിൽ വരെ എത്തി. പിന്നെ ബാക്കിയുള്ളവരെ കഥ പറയാനില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ വരെ എത്തിയവരെ കഥ ഇപ്പൊ മൂപ്പരും ഒക്കെ വലിഞ്ഞു കയറിയതാണ്. പ്രത്യേകിച്ച് സംഘടന പിളർന്ന സന്ദർഭത്തിൽ നമുക്കറിയാം KNMനെ അനുകൂലിക്കുന്ന ഒരു കള്ളിത്തറിയാണ് നാട്ടിലെങ്കിലും ഓനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്. കാരണം എന്താ, ആരും ഇല്ലല്ലോ അവിടെ. എന്നാ ഒരാളെങ്കിലും ഉണ്ടാകട്ടെ, അത്ര ഗുണമുള്ളവനൊന്നല്ല, എന്നാലും KNMനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചപ്പെങ്കിൽ ചപ്പ് എന്ന നിലക്ക് പിന്നെ മാനേജ്മെന്റ് ക്വാട്ടയിൽ എത്തുകയാണ്. സംഘടനയിൽ മേഖലാ സെക്രട്ടറി അവൻ ജില്ലയും മേഖലയും ജില്ലയും ഒന്നുമില്ല, നേരിട്ട് സംസ്ഥാനത്തേക്കൊക്കെ എത്തുകയാണ്. അങ്ങനെയുള്ള കുറെ ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായി എന്നത് പ്രസ്ഥാനത്തിന്റെ ക്വാളിറ്റി ജനങ്ങൾക്കിടയിൽ ഇല്ലാതാക്കും എന്ന കാര്യം നമ്മൾ മറന്നു പോകും. അത് നിങ്ങൾ മറക്കരുത്, ഞങ്ങളും മറക്കണില്ല. അവർ രണ്ടു കൂട്ടർക്ക് ഓർമ്മ ഉണ്ടാകുമ്പോൾ നമ്മൾ രക്ഷപ്പെടണമെന്ന് കരുതിയിട്ടാണല്ലോ ഏർപ്പാട് നടത്തുന്നത്. നമ്മൾ ആഖിറം രക്ഷപ്പെടണമെന്ന് കരുതിയിട്ടാണ് ഈ പരിപാടികൾ നടത്തുന്നത്, ഈ ഇബാദത്തുകൾ ചെയ്യണത്, നിസ്കരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പടച്ചവന്റെ പക്കൽ പുണ്യം കിട്ടണമെന്നും ഇതുകൊണ്ട് രക്ഷ കിട്ടണം എന്ന് കരുതിയിട്ടാണ്. മാത്രമല്ല, പണ്ടേ നമ്മൾ പറയുന്നുണ്ട്, മദ്രസയിലെ സമസ്തയുടെ മദ്രസയിൽ 2ാം ക്ലാസ് മുതലേ പഠിപ്പിക്കുന്നുണ്ട്, നിസ്കരിക്കുന്ന സമയത്ത് കൈകെട്ടേണ്ട രൂപം വലത് കൈ കൊണ്ട് ഇടത് കൈയിന്റെ മണിബന്ധത്തിൽ പിടിച്ച് നെഞ്ചിന്റെ താഴെയും പൊക്കളിന്റെ മീതയുമായി വെക്കണം. ഇതാണ് ആ പ്രസ്തുത ഹദീസിന്റെ താല്പര്യമെന്ന് അടിസ്ഥാനപരമായി നമ്മൾ എക്കാലത്തും പറഞ്ഞിട്ടുണ്ട്, സമർത്ഥിച്ചിട്ടുണ്ട്. അന്ന് ഇവര് പറഞ്ഞു അങ്ങനെ പറ്റൂല, ഇങ്ങനെ കെട്ടേണ്ടത്. ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ കെട്ടിയാൽ തല മേപ്പെട്ടേ നിൽക്കുള്ളൂ, അതിനാരും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഈ സക്കറിയ സ്വലാഹി എന്നെ പറയാണ്, മുജാഹിദ് പള്ളിയിൽ പോയി നിസ്കരിച്ചു നോക്കിയതൊക്കെ തല മേപ്പെട്ടാക്കിയിട്ട് മൂരി മൂത്രം കുടിച്ചാലും മേപ്പെട്ടാ നോക്കണത്. തല കീപ്പെട്ട് നിൽക്കണമെങ്കിൽ ആ രൂപത്തിൽ കെട്ടണമല്ലോ. നമ്മളൊന്നും പറയുന്നില്ല, അദ്ദേഹം തന്നെ പറയട്ടെ. ഇനി നിസ്കരിക്കാനാണ് നിന്നാലോ, 35 കൊല്ലമായി ഞാൻ ഈ പള്ളി നിസ്കരിക്കുന്ന നിൽക്കാരെ നോക്കണം. നിങ്ങൾ ഇങ്ങനെ മേപ്പിട്ട് നോക്കിയിട്ട് മൂരി മൂത്രം കുടിച്ചാലും ഇങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, എന്താ നിങ്ങൾ മുജാഹിദാരെ പറയാത്തു. അത് പറയാനില്ലാത്തതുകൊണ്ട് തന്നെ എന്റെ കുഴപ്പങ്ങൾ കണ്ടില്ലേ. അത് പറയാനില്ലാത്തത് കൊണ്ടാണ് നമ്മളെ വിഷയം ചർച്ചക്കെടുക്കാത്തത്. അപ്പൊ ഇയാള് പറയാനതൊക്കെ മൂരി മൂത്രം കുടിച്ചാലും മേപ്പെട്ടാ നോക്കണോ. അത് ഇത്ര മോശപ്പെട്ട പരിപാടിയാണെങ്കിൽ മര്യാദക്ക് സുന്നാള് കെട്ടുമ്പോലെ കെട്ടാലോ. പറയട്ടെ, അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കണ്ടേ. ഇതിന് ചൂടാവണു. ഞങ്ങളങ്ങനെ കയറി, നിങ്ങളങ്ങനെ നിൽക്കരുത് എന്നാ പണ്ടേ ഞങ്ങൾ പറയണത്. അപ്പൊ നിൽക്കേണ്ട കോലെന്താ നിങ്ങൾ പറഞ്ഞേരി. അള്ളാഹുവിന്റെ റസൂല് തല കുനിച്ചിട്ടാ നിക്ക. ശരിക്ക് ലെവലായി നിന്നിട്ട് നട്ടല് നിവർത്തി തല അല്പം കുനിച്ച് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം. കയ്യെട്ടിന് വാദപ്രതിവാദം നടത്തിയ കൂട്ടരെ നമ്മള് ഈ മുജാഹിദ് പള്ളിയിൽ എങ്ങനെയാണ് തെക്കുബീർ കെട്ടാറ് എന്ന് അയാൾ ലൈവായി കാണിച്ചു തരുന്നുണ്ട്. നമ്മളാരോട് പോയിട്ടില്ല, അത് കണ്ടിട്ടില്ല. അപ്പൊ എങ്ങനെയാണല്ലോ മൂപ്പര് കാട്ടി തന്നവര് സംസ്ഥാന നേതാക്കന്മാരാകുമ്പോ നമുക്ക് കൂടുതൽ ഇടപെടാനില്ലല്ലോ. പറയട്ടെ, ഇപ്പൊ മുജാഹിദ് പള്ളി ഇങ്ങനെ പോയി നോക്കിയാ ഇങ്ങനെ കെട്ടി ഇങ്ങനെ പോന്ന് അല്ലേ. എന്താ എത്ര ഗൗരവമുള്ള വിഷയം അല്ലേ, എത്ര ഗൗരവമുള്ള വിഷയം കൊണ്ട് ഇവര് കോലിക്കളി കളിക്കണ നോക്കി നിങ്ങള്. എത്ര ഗൗരവം ഉണ്ടായിനൊക്കെ. എന്നിട്ട് നിസ്കരിക്കാൻ വന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം പോലെ ഓരോ വലിയ KNMമാരും ISMമാരും ഒക്കെ ആയിരിക്കും. അല്ല, നമ്മളെല്ലാം ഉറപ്പായാലോ. കെട്ടേണ്ട രൂപം മൂപ്പര് നേരത്തെ ഹദീസ് ഓതി പറഞ്ഞും ചെയ്തു. ഇങ്ങനെ കെട്ടണോല് KNMമാരാണെന്ന് മൂപ്പര് പറഞ്ഞപ്പോ സുന്യാളല്ല എന്നുള്ളത് ഉറപ്പാ. പിന്നെ ആരാ ചെയ്യണത്? അവിടുത്തെ വലിയ നേതാക്കന്മാരെയൊക്കെ നേതാക്കന്മാരും അങ്ങനെ കെട്ടണം. പിന്നെ കുട്ടികളെ കാര്യം പറയാണ്ടോ, പിന്നെ MSMമാരെ കാര്യം പറയാനില്ല. ബെല്യോരെന്നെ ഇപ്പൊ അങ്ങനെ കെട്ടിയ കുട്ടികൾ, കാരണം ബെല്യോരെ നിന്ന് പാത്തിയ കുട്ടികളെ മരം കയറി പാത്തുവല്ലോ. ഈ കുട്ടികളെ വരുമ്പോ ഇതാ കാണണത്. അപ്പൊ ഇങ്ങനെ തന്നെ ആയിരിക്കും കെട്ടണത്. സാധുക്കൾ മനസ്സിലാക്കുക. എന്താ മനേജ് ഇങ്ങനെ കെട്ടുന്ന തെളിവ്? അത് ഓലങ്ങനെ കെട്ടിയപ്പോ ഞങ്ങൾ ഇങ്ങനെ കെട്ടിയതാണ്. മുമ്പൊരു വീടിന്റെ മുറ്റത്തൊരു കുട്ടി ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട്. അടിച്ചുവാരി കിണറിന്റെ പക്കത്തെത്തിയപ്പോ കുട്ടി ഒരു ഒറ്റ കരച്ചില്. സുബ്ഹാനല്ലാഹ്. കരച്ചില് കേട്ടപ്പോ കുട്ടിയുടെ തള്ള ഓടി വന്നിട്ട് ചോദിച്ചു, മളെ എന്തിനാ നീ കരയണത്? മൂപ്പത്തിയാർക്കാരും മറുപടി പറയാൻ നേരില്ല. മൂപ്പത്തിയാരാണ് കരഞ്ഞു. ഇവളും ഉണ്ടണില്ല. അപ്പൊ തള്ളിയും കരഞ്ഞു. 2 പേരായി. 2 പേരെ കരച്ചിലും കേട്ട് അയലോക്കത്തെ നബീസാത്ത് ഓടി വന്നു.
വന്ന് നോക്കുമ്പോൾ മോളും തള്ളിയും കരയണം. 34 കരഞ്ഞു, 3 ആളായി. പിന്നെ കുറച്ചെങ്കിൽ ഇങ്ങേ വിട്ടത് പാത്തുമാത്ത് ഓടി വന്നു നോക്കും 3 എണ്ണം കരയുണ്ട്, 36 കൂടി. ഒരു കരയോഗം. കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടുകാരൻ വന്നപ്പോൾ മുറ്റത്തിരുന്ന് 4 ആൾ കരയണം. അവസാനം വന്ന ആളോട് ചോദിച്ചു, മളെ നീ എന്തിനാണ് കരയണത്? അത് എനിക്കറിയില്ല, ഓള് കരഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞാണ് കയറും. രണ്ടാമത്തോളോട് ചോദിച്ചു, നീ എന്തിനാ കരഞ്ഞത്? അത് തള്ളി മോളും കരയണ്ടപ്പോൾ ഞാൻ കരഞ്ഞു. അപ്പൊ തള്ളനോട് ചോദിച്ചു, എന്തിനാ അടിച്ച് കരഞ്ഞത്? അത് മോള് കരഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞാണ്. മോളോട് ചോദിച്ചു, മളെ നീ എന്തിനാ കരഞ്ഞത്? അപ്പൊ മകള് പറഞ്ഞു, ഒന്നുമില്ലപ്പ, ഇപ്പൊ എനിക്ക് 15 വയസ്സായില്ലേ. അതിന് 15 വയസ്സായാലൊക്കെ ഇങ്ങനെ കരലുണ്ടോ? അല്ല, 15 വയസ്സായനല്ല, എനിക്കിഞ്ഞൊരു 18 വയസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനെ കെട്ടിക്കുമല്ലോ. അൽഹംദുലില്ലാ കെട്ടിക്കും. അങ്ങനെ കെട്ടിച്ച എനിക്ക് കുട്ടി ഉണ്ടാവുമല്ലോ. അൽഹംദുലില്ലാ ഉണ്ടാകണം. അങ്ങനെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടി ഇങ്ങനെ മുറ്റത്ത് കൂടെ ഓടിങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് കിണറ്റിക്കാണ് വീണാലോ എന്ന് ആലോചിച്ച് കരഞ്ഞാണ്. അതിനൊക്കെ ഇപ്പൊ കരയണോ? അപ്പൊ പിന്നാലെ വന്നവർക്ക് എന്തിനാണ് ഇവർ കരഞ്ഞെന്നറിയില്ല. ഓര് കരഞ്ഞോടും പോലും കരയണം. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ അടിസ്ഥാനപരമായി പ്രമാണങ്ങളിൽ എന്ത് തെളിവുണ്ട് അത് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ഈ രൂപത്തിലൊക്കെ സ്വന്തം പരിഹാസ്യരാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സാധാരണ ഇന്ന് മറ്റുള്ളവരെ പറ്റി ഇവിടെ വർത്താനമില്ല, നമ്മളെ പറ്റി എന്നത്തെ വർത്താനം. ഇന്നിപ്പോ കുറച്ചാൽ നിങ്ങളെ പറ്റി തന്നെ പറയണു. കാരണം അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഇത് വലിയ എന്തോ ഒരു പോത്താമ്പിയാണ് എന്ന് മനസ്സിലാക്കി പോയവർക്ക് തിരുത്താനാണ് ഞാൻ ഈ പറയണത്. ഇതുകൊണ്ട് ആഖിറത്ത് നഷ്ടപ്പെട്ടു പോകും, ഇബാദത്ത് നിസ്ഫലമായി പോകും എന്നൊരു തിരിച്ചറിവുണ്ടാകണമെന്ന് മാത്രമല്ല, ഇതേ സക്കരിയ സ്വലാഹി തന്നെ പറയണം, മക്കളെ നമ്മൾ ഈ കോലത്ത് പോയ ഷഹാദത്ത് കലിമ എന്നെ രണ്ടാമത് ചെല്ലേണ്ടിടത്തേക്കാണ് കാര്യം. നമ്മളെ ഷഹാദത്ത് കലിമല്ല, ഓലെ ഷഹാദത്ത് കലിമ. ഞാൻ പറയുമ്പോൾ സുന്നളങ്ങനെ പറഞ്ഞു എന്ന് പറയും, ഞാൻ പറയണില്ല. സക്കരിയ സ്വലാഹി എന്നെ പറയട്ടെ. ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ മുട്ടുകാലിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ബർമൂഡ് ഇട്ടിട്ട് അങ്ങാടി കൂടി ഇങ്ങനെ നടക്കുക. ഒരു പ്രശ്നമല്ല, അത് ഇംഗ്ലീഷുകാരൻ കൊണ്ടുവന്നതാ. അള്ളാന്റെ റസൂല് നിസ്ബുസാഖ് വരെ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത് അതിരികവിച്ചിലായി. നമ്മളെ മുഹമ്മദ് റസൂൽ എന്ന ഷഹാദത്ത് രണ്ടാമത് ചെല്ലേണ്ട ജാതി നിഷേധത്തിലേക്ക് നമ്മൾ ആളുകൾ പോകണം. അങ്ങനത്തെ ഒരു ഗതികേട് നമുക്ക് അള്ളാഹു വരുത്താതിരിക്കട്ടെ. ഉറക്കാമീൻ പറഞ്ഞോളൂ, അള്ളാഹു നമുക്ക് വരുത്താതിരിക്കട്ടെ. രണ്ടാമത്തൊരു ഷഹാദത്ത് കലിമ ചൊല്ലേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ ആ കാലം അത്രയും ചെയ്തു പോയത് മഹാപാതകമാണ് എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? എത്ര ഗൗരവമുള്ള വിഷയമാണെന്നൊക്കെ. ബിസ്മില്ലാ. ആളുകൾ പോണത് പച്ചയായ ഹദീസ് കാണിച്ചു കൊടുത്താൽ പോലും ഒരൊറ്റ തള്ളല. സാധാരണക്കാര് മാത്രമല്ല മൗലവിമാർ കണ്ടോങ്ങള്, സാധാരണക്കാര് മാത്രമല്ല മൗലവിമാരും ഹദീസുകൾ തള്ളും. എപ്പോഴാ തള്ളുക? സുന്നികൾ ചെയ്യുന്ന ആശയത്തോടും ആദർശത്തോടും അനുകൂലിക്കുന്ന രൂപത്തിൽ വല്ല ഹദീസുകളും കണ്ടാൽ അത് നമ്മൾ ചെയ്താൽ പിന്നെ ഓലും നമ്മളും വലിയൊരു മാറ്റല്ലല്ലോ, എന്നാപ്പത് നമ്മളാണ് ലൈഫാക്കി കാണുക എന്ന് കരുതി ഹദീസ് തള്ളുന്നവർ മൗലവിമാരാണെന്നാണ് സക്കരിയ സ്വലാഹി പരമോന ഭാഗം ഒന്നും കേൾപ്പിക്കപ്പുറം. സാധാരണക്കാര് മാത്രമല്ല മൗലവിമാരും തള്ളും. മൗലവിമാരോട് പറയണ ഇപ്പൊ പേടി, കാരണം സാധാരണക്കാർ അത്ര തള്ളൂല. അള്ളാന്റെ റസൂൽ അങ്ങനെ പറഞ്ഞില്ലേ, ഒന്നൊന്ന് പേടിക്കണ്ടേനി എന്നുണ്ടോ? മറ്റേതെങ്കിലും ഒരൊറ്റ തട്ട എന്റെ ബുദ്ധിക്ക് യോജിക്കൂല. ഇപ്പൊ ബുദ്ധിക്ക് അനുസരിച്ചൊക്കെ തള്ളലാണല്ലോ സലാസല്ലമി പഠിപ്പിച്ചു വെച്ചിരിക്കണേ. ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസൊക്കെ തള്ളുക, പുറംകാലം കൊണ്ട് തട്ടുക, അല്ലേ? സഹീഹായ ഹദീസ് റസൂലിന് നേരിട്ട് വന്ന് പറഞ്ഞ് എനിക്കൊന്നൊക്കെ നിഷേധിക്കാൻ പറ്റും? അള്ളാന്റെ റസൂൽ നേരിട്ട് വന്ന് മുഹമ്മദ് നബി പറഞ്ഞ അതുപോലെ തന്നെ സഹീഹായ ഹദീസിൽ ഒരു കാര്യം കണ്ട അത് ചെയ്തില്ലെങ്കിൽ, അത് പാലിച്ചില്ലെങ്കിൽ നമ്മുടെ ഷഹാദത്ത് പൊളിഞ്ഞു എന്ന അർത്ഥം. കണ്ടോങ്ങള്, അപ്പൊ സ്വഹീഹായ ഹദീസുകൾ മുന്നിൽ കണ്ടാൽ അത് മറ്റുള്ളവരുടെ ആശയത്തോട് യോജിക്കുമെന്ന് കണ്ടാൽ അത് പുറംകാലുകൊണ്ട് തട്ടിമാറ്റുന്നതാണ് ചില പണ്ഡിതന്മാരുടെ മാതൃക എന്ന് പരസ്യമായി പറയേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് ആ വിഷയത്തിൽ പേടിയാണ്, പിന്നെയും പേടിക്കേണ്ടത് മൗലവിമാരെയാണെന്നാണ് സക്കരിയ സ്വലാഹി പറയുന്നത്. അപ്പൊ ഇതുകൊണ്ടൊക്കെ ഒന്ന് മാറി ചിന്തിക്കേണ്ട, മറുത്തു ചിന്തിക്കേണ്ട സമയമെത്തിയിട്ടുണ്ട്. ഇവിടെ യഥാർത്ഥമായ മുസ്തഖീമായ വഴി ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ 5 നേരം നിസ്കാരത്തിൽ പടച്ചവനോട് ചുരുങ്ങിയത് 17 പ്രാവശ്യം ഒരു ദിവസത്തിൽ നിർബന്ധമായി നമ്മൾ പറയുന്നത്, ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ എന്നെ മുസ്തഖീമായ വഴിയിലേക്ക്, നേരായ വഴിയിലേക്ക്, സ്വർഗത്തിന്റെ വഴിയിലേക്ക്, സുതാര്യമായ വഴിയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ, നയിക്കണമേ എന്നാണ്. ഏതാണ് മുസ്തഖീമായ വഴി? അത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ.
അവർ സഞ്ചരിച്ച വഴി. ഈ പറയപ്പെട്ട ആളുകൾ സഞ്ചരിച്ച വഴി ഏതാണ്? അത് അവർ ഉണ്ടാക്കിയതല്ല, അവർ മെനഞ്ഞതല്ല, പാരമ്പര്യമായി കിട്ടിയതാണ്. അപ്പൊ ചുരുക്കത്തിൽ പൈതൃകവും പാരമ്പര്യവും മാറ്റി നിർത്തിയാൽ തങ്ങൾ ചെയ്യുന്ന ദീനിന് ഒരടിസ്ഥാനവുമില്ല എന്ന് മൂക്ക് കീഴ്പ്പെട്ടുള്ള ആർക്കും മനസ്സിലാകുന്ന വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ മറ്റൊരു നേതാവ് പറഞ്ഞത്, ഇപ്പൊ സുതാര്യമായി കൊണ്ട് ഹദീസ് പഠിക്കാനും പഠിപ്പിക്കാനും കഴിയാത്തൊരു സാഹചര്യത്തിൽ വല്ലാതെ വിഷമിച്ചു പോവുകയാണെന്ന്. പറയട്ടെ, എന്തെങ്കിലും ഒന്ന് പഠിക്കാനോ പഠിപ്പിക്കാനോ അനുവാദം പോലും കൊടുക്കാൻ തയ്യാറല്ല സഹോദരങ്ങളെ. എന്തേ പറഞ്ഞു? എന്തെങ്കിലും ഒന്ന് പഠിക്കാനോ പഠിപ്പിക്കാനോ അനുവാദം പോലും കൊടുക്കണില്ല. എന്നാൽ സുതാര്യമായി പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഓരോ ആയത്തുകൾക്കും ഹദീസുകൾക്കും മഹാന്മാർ കൊടുത്തിട്ടുള്ള വ്യാഖ്യാനങ്ങൾ അത് അപ്പടി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തണം എന്ന് നാം പറയാനുള്ള കാരണം അതാണ്. ശാഖാപരമായ കാര്യങ്ങളിൽ എന്നല്ല, അടിസ്ഥാനപരമായ ഉസൂലിയായ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ്. സുതാര്യമായ ഒരു പഠനത്തിന്, മുൻവിധിയില്ലാത്തൊരു പഠനത്തിന് നമ്മൾ തയ്യാറായാൽ സത്യമേതെന്ന് നമുക്ക് ബോധ്യപ്പെടും. പണ്ഡിതന്മാരടക്കം ഒരു ഹദീസ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് അതുവരെ കേട്ടില്ലെങ്കിൽ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു, അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ആരോടുമുള്ള ദേഷ്യത്തിനല്ല, യഥാർത്ഥത്തിൽ സത്യം ജനങ്ങൾ അറിയുന്നതിന് പോലും അവസരം സൃഷ്ടിക്കാത്ത പുരോഹിതന്മാരോടുള്ള, അറിഞ്ഞും മനസ്സിലാക്കിയവരും സത്യത്തിന് തടസ്സം നിൽക്കുമ്പോഴുള്ള വേദന സഹോദരങ്ങൾ. ആ വേദനക്ക് വേദന സംഹാരി കുടിച്ചിട്ടൊന്നും ഒരു ഫലവും ഉണ്ടാവില്ല. ആ വേദന ഇല്ലാതിരിക്കാൻ സുതാര്യമായി പഠിക്കാൻ തയ്യാറാവണം. ഇവിടെ 7ഉം 8ഉം വർഷം പള്ളി ദർസുകളിൽ പഠിക്കുകയും 2ഉം 3ഉം 4ഉം വർഷം കോളേജുകൾ പഠിക്കുകയും ചെയ്ത് പാരമ്പര്യമായി കിട്ടിയ വിജ്ഞാനങ്ങൾ കരഗതമാക്കി മഹാന്മാരെഴുതിയ കിതാബുകൾ ചർവണം നടത്തി പഠിച്ച ആലിമീങ്ങളോട് 2 വർഷത്തെ അഫ്ളലുൽ ഉലമ കൊണ്ട് എന്ത് നേടാൻ കഴിയും? ഒന്നും നേടാൻ കഴിയില്ല. അത് വെറും ഒരു അഫ്ളലുൽ ഉലമയായി മാത്രം മാറുന്നതാണ്. അഫ്ളലുൽ ഉലമ എന്നതല്ല ദീനിന്റെ മാനദണ്ഡം പറയാനുള്ള വിജ്ഞാനത്തിന്റെ പരിധി. അത് മഹാന്മാരെഴുതിയ കിതാബുകൾ ആ രൂപത്തിൽ നിഷ്പക്ഷമായി പഠിക്കാൻ നമ്മൾക്ക് തയ്യാറാവണം. അപ്പൊ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാകും. ഇല്ലെങ്കിൽ ഈ കാലമത്രയും കേരളീയ സമൂഹത്തിന് നേതൃത്വം നൽകിയ മഹാന്മാരായ വലിയ വലിയ നിറഞ്ഞ ഇൽമും തഖ്വയും ഇഖ്ലാസുമുള്ള പണ്ഡിതന്മാർക്ക് പാകപ്പിഴവ് തെറ്റി എന്ന് പറയേണ്ടി വരില്ലേ? ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അങ്ങേയറ്റം ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച ബഹുമാനപ്പെട്ട സമസ്തയുടെ ഒരു കാലത്ത് അജയ്യനായ നേതാവായിരുന്ന കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ അടക്കമുള്ള മഹാന്മാരായ കഴിഞ്ഞുപോയ കാലത്തെ പണ്ഡിത മഹത്തുക്കൾ അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാന്മാരാണ്. ഇത് പ്രസംഗത്തിന് ചുരുക്കിന് പറയല്ല. ജീവിത വിശുദ്ധി കണ്ടും കേട്ടും അനുഭവിച്ചും എഴുതിയവരിൽ നിന്നും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് പറയണത്. ഇന്നൊരു നേതാവ് മരിച്ചാൽ, ഒരു രാഷ്ട്രീയ നേതാവ് മരിച്ചാൽ മറ്റേ നേതാവ് എന്താ പറയാ? നിങ്ങള് നികത്താനാവാത്ത വിടവ് അറിയും. ഇയാൾ ഏത് വിടവേ നികത്തിയെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടാവില്ല. ഇയാൾ വിടവ് ഉണ്ടാക്കിയിട്ടാ പോയിട്ടുണ്ടാകുക. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വോട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ പറയുന്നേ ഞാൻ ഞെട്ടിപ്പോയി അറിയും. ഇവിടെ ജീവിതത്തിൽ അയാളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ പറയേണ്ടി വരിക. എന്നാൽ ഇത് അങ്ങനെയുള്ളൊരു പ്രയോഗമല്ലത്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വാഴക്കാട് നിറസ് നടത്തുന്ന കാലഘട്ടത്തിൽ വീട്ടിലേക്ക് അങ്ങാടിയിൽ നിന്നും മീൻ വാങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ ചരിത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. തേക്കിന്റെ ഇലയിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ള മത്സ്യം അത് കെട്ടി പൊതിയാക്കി ഒരണക്ക് 10 മത്തിയാണ് അന്ന് ഒരു അണക്ക് കിട്ടുന്നത്. ഈ മീനുമായി വീട്ടിലേക്ക് പോകുന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വീട്ടിലെത്തിയിട്ട് ഭാര്യയുടെ കയ്യിൽ മീൻ പൊതി കൊടുക്കാൻ ചോദിക്കുന്നു. അതിൽ എത്ര എണ്ണുണ്ട്? ഭാര്യ പറഞ്ഞു 11 എണ്ണുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരണക്ക് 10 മത്സ്യമെന്നല്ലേ പറഞ്ഞത്? ഇത് 11 എണ്ണം ഉണ്ടെങ്കിൽ ഒന്ന് ആ കച്ചവടക്കാരന്റെ ഹക്കാണ്. ആ കച്ചവടക്കാരന്റെ ഹക്ക് നമ്മളെ കയ്യിൽ വെച്ചാൽ അത് ഹറാമാണ്. അവന് പൊരുത്തമില്ലെങ്കിൽ ഹറാമാണ്. അത് തിരിച്ചു കൊടുക്കണമെന്ന് മനസ്സിലാക്കി ആ മത്സ്യപ്പൊതി വീണ്ടും പൊതിഞ്ഞ് വാഴക്കാട് അങ്ങാടിയിൽ ചെന്ന് കച്ചവടക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് ഒരണക്ക് 10 മത്തിയാ നീ പറഞ്ഞത്, ഇതിൽ ഒന്ന് ഏറെയുണ്ട്, അത് നിന്റെ ഹക്കാണ്, അത് തരാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിൽ ചെറുത് എന്ന് നമ്മൾ കരുതുന്ന വിഷയങ്ങൾക്ക് പോലും വലിയ വലിയ സ്ഥാനങ്ങൾ കൽപ്പിച്ച് അതുപോലും പടച്ചവന്റെ കോടതിയിൽ ചോദ്യം ചെയ്യുന്ന വിഷയമാണെന്ന് മനസ്സിലാക്കിയ വലിയ വലിയ നിഷ്കളങ്കന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാർ. ആ ജീവിത വിശുദ്ധിയും
അതിനോടനുസൃതമായ കർമ്മങ്ങളും ഉണ്ടാകുമ്പോഴാണ് ജീവിതം നന്നാകുന്നു എന്നതിൽ രണ്ടഭിപ്രായമില്ല. ഏതായിരിക്കട്ടെ, തങ്ങൾ ചെയ്യുന്ന, തങ്ങൾ വിശ്വസിക്കുന്ന, തങ്ങൾ പ്രവർത്തിക്കുന്ന വിഷയങ്ങളിലും കാര്യങ്ങളിലും നമ്മൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആരുടെ മുന്നിലും തുറന്നു പറയാനുള്ള ധൈര്യം എക്കാലത്തും നമ്മൾ കാണിക്കണം. 2009 നന്ദി ദാറുസ്സലാമിന്റെ സമീപത്ത് സക്കരിയ സ്വലാഹിയുടെ നേതൃത്വത്തിൽ ഒരു മുഖാമുഖം വെച്ചു എന്ന് പിന്നീട് നമ്മൾ അറിഞ്ഞു. ആ മുഖാമുഖത്തിന് നിശ്ചയിക്കപ്പെട്ട തീയതിയും അതിൽ പങ്കെടുക്കേണ്ട ആളെയും അവർ കൂടി തീരുമാനിച്ചു. അവസാനം ആ മുഖാമുഖത്തിന് പങ്കെടുക്കേണ്ട പ്രമുഖർ അവിടെ നിന്ന് മുങ്ങി, ഒരാൾ മാത്രം അതിൽ പോയിട്ട് കുടുങ്ങി. അതിന്റെ ശേഷം നന്ദി ദാറുസ്സലാമിനെയും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും പുറത്തിറങ്ങിയ ദാരിമിമാരെയും വ്യാപകമായി തേജോവധം ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായപ്പോ 2014 ജനുവരി 1 വൈകുന്നേരം 4:30 മുതൽ രാത്രി 10:30 മണി വരെ പരസ്യമായ മുഖാമുഖം നമ്മൾ അവിടെ സംഘടിപ്പിച്ചിരുന്നു, വലിയ വിജയത്തോടുകൂടെ. അതിനെ സംബന്ധിച്ച് സക്കരിയ സ്വലാഹി പറയുന്ന ഭാഗം ഒന്ന് കേൾക്കിങ്ങൾ. ആക്ഷേപം, നന്ദി മുഖാമുഖത്തിന് ഞാൻ വരാതിരുന്നത് ജിന്ന് വിഷയത്തിൽ ചോദ്യം വരുന്ന പേടിച്ചിട്ടാണ്. സക്കരിയ സ്വലാഹിക്ക് ആദർശപരമായ അമ്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താ പറയാൻ എളുപ്പം? അനസ് മൗലവി, നിങ്ങൾക്കറിയാം എന്താ ഞാൻ വരാത്തത്. ഹനീഫാക്കും അറിയാം എന്താ വരാത്തത്. ഞാൻ പറഞ്ഞു, മുഖാമുഖം നടക്കുന്നത് നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് മുഖാമുഖത്തിന് ശംസുദ്ദീൻമാരത്ത് ഇവിടുന്ന് വന്ന് വണ്ടി ഇറങ്ങും, മജീസറായി തിരിച്ചുകൊണ്ട് അക്കാറിലുണ്ടിറങ്ങും. മറ്റേ നിങ്ങൾ അങ്ങനെ 3 ആളും 3 ഭാഗത്തുനിന്ന് സ്റ്റേജിൽ കയറണമാതിരി സുന്യാലയത്തുള്ള മുഖാമുഖത്തിന് പോകാൻ പറ്റൂല. ഇത് നിങ്ങളെ ജമാഅത്തുകാരായി നടത്തുന്ന കാളമൂത്ര സാഹിത്യ മുഖാമുഖത്തിന് പോണ മാതിരി മലയാളത്തിലെ 2 മാസിക തൊക്കത്തെച്ച് പോകുന്നത് പോലെ സുന്നികളുമായുള്ള മുഖാമുഖത്തിന് പോകാൻ പറ്റുന്നത് കിതാബ് വെച്ചിട്ടുള്ള കളിയാണ്. എന്നിട്ടോ കാളമൂത്ര സാഹിത്യം വായിച്ച മുഖാമുഖം അത് കിതാബ് നോക്കിയുള്ള പരിപാടിയാ. അതുകൊണ്ട് നമ്മൾ ഇരിക്കണം. ഇത് കിതാബ് വെച്ചിട്ടുള്ള പരിപാടിയാ. അപ്പൊ ചെറിയൊരു ഇളകലും കുലുങ്ങലും നനയലൊക്കെ ഉണ്ടാവും. കാരണം കിതാബ് ഓതി പഠിച്ചവർക്ക് ആ വിഷയത്തിൽ വ്യക്തമായി കാര്യങ്ങൾ പറയാൻ കഴിയൂ. വാദപ്രതിവാദത്തിനും മുഖാമുഖത്തിനും മുന്നോടിയായി ദിവസങ്ങളിരുന്ന് വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന ജമിയത്തുമിന്റെ പഴയകാല നേതാക്കൾ ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെയല്ലേ? അപ്പൊ പറഞ്ഞു നമുക്ക് ഇരിക്കാം. എപ്പോഴാ? നാളെ ഇരിക്കാം, മറ്റന്നാ ഇരിക്കാം. അവസാനം പറഞ്ഞു നാളെ മുഖാമുഖാണ്, നാളെ രാവിലെ എന്തായാലും ഇരിക്കാം. എനിക്ക് ബേജാറില്ലാൻ കാരണം എന്താ അറിയോ? ഈ വിഷയത്തിൽ ഞങ്ങൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് സ്റ്റേജിൽ വരുമ്പോൾ വ്യക്തമാകാതിരിക്കണമെങ്കിൽ ഒരു പോളിസി തീരുമാനിക്കണം. എന്നെ ചോദ്യം വന്നാൽ ഏത് രൂപത്തിൽ മറുപടി പറഞ്ഞു നമ്മൾ തമ്മിൽ അവിടുത്തെ വാദപ്രതിവാദം നടത്താൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇരിക്കണം, ഇരുന്നിട്ട് ചർച്ച ചെയ്യണം. എന്ത് ചോദ്യങ്ങളൊക്കെ വരാം, അതിനെന്ത് മറുപടി പറയണം, അതിനവരെന്ത് ഉപചോദ്യം ചോദിക്കും, അത് ചർച്ച ചെയ്തിട്ട് പോണെന്നാണ് വിനീതന എന്റെ അഭിപ്രായം. എന്റെ വിവരക്കുറവുകൊണ്ടാണ്. എന്താ ചെയ്യാ? നന്ദിയിൽ മുഖാമുഖം നടക്കുന്നത് 4 മണിക്ക്. അതിൽ പങ്കെടുക്കുന്ന 3 ആളുകൾ, ഒന്ന് സക്കരിയ സ്വലാഹി, മറ്റൊന്ന് അനസ് മൗലവി, മറ്റൊന്ന് കായക്കൊടി. അങ്ങനെ മുഖാമുഖം നടക്കേണ്ട രാവിലെ വിളിച്ചു നോക്കുമ്പോ പങ്കെടുക്കേണ്ട ഒരാൾ ഫോൺ എടുക്കണില്ല, മറ്റാൾ ധൈര്യം കൊണ്ട് സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തു. ഇനി പങ്കെടുക്കേണ്ടത് സക്കരിയ സ്വലാഹിയാണ്. മൂപ്പരെന്തേ ചെയ്തു? അപ്പൊ ഇവര് ഇരിക്കാന്നിട്ട് പിന്നെ അന്ന് രാവിലെ വിളിച്ചു നോക്കുമ്പോ ഒരാൾ സ്വിച്ച് ഓഫും ഒരാൾ ഫോൺ എടുക്കണില്ല. രണ്ടാളും സ്വഭാവം അതാണ്. അപ്പൊ സക്കരിയ സ്വലാഹിയും ഫോണാണ് സ്വിച്ച് ഓഫ് ആക്കി. എങ്ങനെയുണ്ട്? പിന്നെ പങ്കെടുക്കേണ്ടത് ഇയാളാണ്. എന്നാ ഓരോ ആരോഗ്യം ഞാനാണ്ട് പോട്ടെ, ഇന്റെ അടുത്ത് പ്രമാണങ്ങളുണ്ട്, ഇന്റെ അടുത്ത് തെളിവുണ്ട്, എന്താ ഞാൻ പോട്ടെ എന്നല്ല കരുതേണ്ടത്. ധൈര്യം കൊണ്ട് മൂപ്പരോട് സ്വിച്ച് ഓഫ് ആക്കി. എന്നിട്ടോ പോകണ്ടെന്ന് തീരുമാനിച്ചു. പോകണ്ടെന്നും തീരുമാനിച്ചു. കാരണം നന്ദിന്റെ മുമ്പിലാണ് മൂല്യേറ്റാൾ കിതാബായിട്ട് വരും. ഇതിങ്ങനെ കാളമൂത്ര സാഹിത്യ പരിപാടിയല്ല. അതുകൊണ്ട് പോകണ്ടെന്ന് തീരുമാനിച്ചു. ഞാനോട് സ്വിച്ച് ഓഫ് ആക്കി. എന്നിട്ട് ലക്ഷദ്വീപിൽ വെച്ച് കണ്ടപ്പോ ഞാൻ പറഞ്ഞ അനസ് മൗലവി, എനിക്കില്ല ഇങ്ങനെ കൂടിയിരിക്കാതെയും ചർച്ച ചെയ്യാതെയും മുഖാമുഖത്തിൽ നിൽക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഞാൻ അങ്ങനെ പഠിച്ച ആളല്ല. എന്ത് ചോദിച്ചോളൂ ഇസ്ലാമിനെ പറ്റി ഞാൻ മറുപടി പറയാൻ എനിക്ക് ധൈര്യമില്ല. വിഷയം ഏതാണോ ആ വിഷയത്തെക്കുറിച്ച് പ്രിപ്പയർ ചെയ്യണം, അതിന് ഇരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പോകാന്ന്. പ്രത്യേകിച്ച് നമ്മക്കടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാവും ചെയ്യുമ്പോൾ. എന്നിട്ട് പറയാണ് സക്കരിയ സ്വലാഹിക്ക് ജിന്നിനെ കുറിച്ച് ചോദ്യം വരുന്നത് പേടിച്ചിട്ടാണ്. പിന്നെ അടുത്ത മുഖാമുഖം വന്നു. അവിടെ വിഷയം വെച്ചപ്പോ ഞാൻ പറഞ്ഞു, നന്ദീത്തെ മാതിരി ഇരിക്കാൻ നന്ദി കണ്ടാണെങ്കിൽ ആ വിഷയം വെക്കാൻ പോണ്ട, ഇരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ വെച്ചാൽ മതി. അതാണ്. എന്നിട്ട് പോയി പറഞ്ഞെടുക്കാണ് സക്കരിയ സ്വലാഹിക്ക് അമ്ന് നഷ്ടപ്പെട്ടു. എനിക്ക് ജിന്ന് വിഷയത്തിൽ എന്ത് ചോദ്യം ചോദിച്ചാലും അവിടെ ഇപ്പോഴും എനിക്ക് അഭിപ്രായമില്ല.
പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ പ്രസംഗങ്ങൾ ചെറിയ മാറ്റങ്ങൾ വന്നു. നാരിയത്തു സ്വലാത്ത് തെറ്റായ രൂപമുണ്ട്, ശരിയായ രൂപമുണ്ട്. ഇങ്ങനെയൊക്കെ ചെല്ലിയാൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ചെല്ലിയാലേ കുഴപ്പമുള്ളൂ. ആ രണ്ടും സക്കരിയ സ്വലാത്ത് എന്ന് പറയട്ടെ. തെറ്റില്ലാത്ത കോലത്ത് നിങ്ങളാണ് തുടങ്ങിക്കാളി, മറ്റേ കോലത്ത് നമ്മളാണ് തുടങ്ങിയ പ്രശ്നങ്ങൾ തീരും. നാരിയത്ത് സ്വലാത്തില് ശിർക്കുണ്ട്, ശിർക്കില്ല എന്നൊരു തർക്കം പുതുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് ശിർക്ക് ആകുന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ ശിർക്കുണ്ട്, ശിർക്ക് അല്ലാത്ത രൂപത്തിൽ വ്യാഖ്യാനിച്ചാൽ ശിർക്ക് ഉണ്ടാവില്ല. ആയിക്കോട്ടെ, നമ്മൾ ശിർക്കില്ലാത്ത കോലത്താണ് വ്യാഖ്യാനിക്കുക. ശിർക്കുള്ള കോലത്തിൽ വ്യാഖ്യാനിക്കുമ്പോഴല്ലേ ഇപ്പൊ അതിന് കുഴപ്പമുള്ളൂ. നമ്മൾ അങ്ങനെ പറയണ്ട. ശിർക്കില്ലാത്ത കോലത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുക. എങ്ങനെ ശിർക്കില്ലാത്ത കോലം? അപ്പൊ ശിർക്കില്ലാത്ത കോലത്തിന് വ്യാഖ്യാനിച്ച നിങ്ങൾക്ക് റെഡിയാവും, നിങ്ങളാണ് ചൊല്ലുക. നിങ്ങൾ ശിർക്കുണ്ടെന്ന് പറഞ്ഞ കോലം ഉണ്ടല്ലോ, ഞങ്ങളും ചൊല്ലിക്കോളാം. അത് നിങ്ങളെ വ്യാഖ്യാനത്തിലാണല്ലോ അങ്ങനെ ഉള്ളത്. അപ്പൊ രണ്ടു കൂട്ടർക്കും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോയ എല്ലാ വിഷയം ഇങ്ങനെ ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായാൽ പ്രശ്നങ്ങളൊക്കെ എളുപ്പമാവും. പറയട്ടെ, നബിയെ കൊണ്ടാണ് എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നത്, നബിയെ കൊണ്ടാണ് കെട്ടിക്കൊടുക്കൽ അഴിയുന്നത് എന്ന് പറഞ്ഞ ഒരാൾ പറയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്, നമ്മളെ പ്രയാസങ്ങൾ നീക്കി തരുന്നുണ്ട്, നമ്മളെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നുണ്ട് എന്നൊക്കെ വിശ്വാസത്തിലാണ് അത് പറയുന്നെങ്കിൽ അത് ശിർക്കാണ്. നിങ്ങളുടെ വിശ്വാസം മഹാന്മാരായ മുഴുവൻ ആളുകൾക്കും മഹത്തുക്കളായ ആളുകൾക്കും പടച്ച തമ്പുരാൻ പ്രത്യേകമായ കഴിവുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കഴിവുകളിൽ നിന്ന് ചോദിക്കുന്നതിന് തകരാറില്ലെന്നും അങ്ങനത്തെ കഴിവ് കൊണ്ട് സഹായിക്കാൻ പടച്ചവന്റെ തൗഫീഖ് ഉണ്ടായാൽ സഹായിക്കാൻ കഴിയുമെന്ന നമ്മളെ വിശ്വാസം. മരിച്ചുപോയവരെ ഹയാത്താക്കുമെന്ന് പറഞ്ഞ പ്രവാചകന്റെ ചരിത്രം ഖുർആനിലില്ലേ? എന്നാൽ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അല്ലാഹുവാണല്ലോ. എന്നിട്ട് മഹാനായ പ്രവാചകർ പറഞ്ഞതെന്താ? അള്ളാഹുവിന്റെ സമ്മതത്തോടെ ഇന്നത് ഞാൻ ചെയ്യും എന്നാണ്. അപ്പൊ അള്ളാഹു തആല കഴിവ് കൊടുത്താൽ ആ കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുമെന്ന് പരിഹസിക്കുന്ന ആളുകൾ ഇതൊന്ന് ചിന്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പക്ഷെ ഒരാൾ പറയാം ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് പറയുന്ന കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, റസൂലിനെ മദഹ് ചെയ്തതാണ്, നബിയെ കൊണ്ടാണ് പ്രയാസങ്ങൾ നീങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നബി പഠിപ്പിച്ച ജീവിത രീതി കൊണ്ടാണ്, നബി പഠിപ്പിച്ച ദുആ ദിക്റുകൾ കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ശിർക്ക് വരൂല. അയാൾ അങ്ങനെ ആയിക്കോട്ടെ, എന്നാ ശിർക്ക് വരണ്ട. അപ്പൊ ഇത് വെറും ഒരു സ്വലാത്ത് ചൊല്ലാണ്, പുണ്യം കിട്ടാനാണ്. ആ നിലക്കാണ് ഈ ശിർക്ക് വരൂല. എന്നാൽ നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിലാണ്ട് പോവാ. ആ ശിർക്ക് വരാത്ത കോലത്ത് നിങ്ങൾ വെള്ളിയാഴ്ച പള്ളിക്കൊന്ന് ചൊല്ലി, മറ്റേ കോലത്ത് ഞങ്ങളോട് ചൊല്ലിക്കോളാം, എല്ലാ പള്ളിക്കൊന്നും നാരിയ സ്വലാത്തില് പൊന്തട്ടെ. അപ്പൊ അങ്ങനെ വരുമ്പോ പ്രശ്നങ്ങൾ തീരും. ഇതെന്താ നിങ്ങള് ചില സമയത്ത് കാര്യങ്ങൾ പറയുമ്പോ ഹക്ക് പടച്ചവനോട് പറയിപ്പിക്കാണ്, ഹിദായത്തിന് വഴി പറയിപ്പിക്കാൻ. അങ്ങനെ പല രൂപത്തിലും പലപ്പോഴും പലരും പറയാറുണ്ട്, സൗകര്യം പോലെ പറയാ. മാത്രമല്ല ഇവരുടെ വലിയൊരു മറ്റൊരു നേതാവ് പറയുന്നു, വിശ്വാസമുണ്ടായാൽ പോരാ, കർമ്മങ്ങൾ കൂടെ ഉണ്ടാവണം. സ്വലാത്ത് ചൊല്ലണമെന്ന് പരിശുദ്ധ ഖുർആൻ ആയത്തുണ്ട്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. സ്വലാത്ത് ചൊല്ലണമെന്ന ആയത്തുണ്ട്. പടച്ചോൻ ചൊല്ലുന്നു, മലക്കുകൾ ചൊല്ലുന്നു, മുഅ്മിനീങ്ങൾ നിങ്ങളും ചൊല്ലിക്കോളൂ. ഇത് തിയറിയാണ്, ഇത് ഖുർആനിലുള്ളതാണ്. പക്ഷെ സുന്നികൾ ആ തിയറി അംഗീകരിക്കുകയും പ്രാക്ടിക്കലായി കൊണ്ടുവരികയും ചെയ്യുന്നു. നിങ്ങളോ തിയറി മാത്രമുണ്ട്, പ്രാക്ടിക്കൽ ഇല്ല. ദിക്ർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, ദുആ നടത്തണം. എല്ലാ പരിശുദ്ധമായ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ ബന്ധിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ചെയ്യേണ്ട വിഷയത്തിൽ, അത് പറയേണ്ട വിഷയത്തിൽ, അത് വിശ്വസിക്കുന്നതോടുകൂടെ കർമ്മത്തിലും കൂടി കൊണ്ടുവരുമ്പോഴേ പടച്ചവൻ കബൂൽ ചെയ്യൂ എന്നാണ് ഇപ്പോൾ അവരുടെ പ്രസംഗം. തൗഹീദ് പ്രഭാഷകനാണ്, തൗഹീദ് പ്രഭാഷണം സംഘടിപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ അടുക്കല് പ്രതിഫലം ലഭിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞാൻ തൗഹീദ് പ്രഭാഷകനാണ് എന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് മാത്രം പടച്ചവനൊന്നും പ്രതിഫലം കിട്ടൂല. പിന്നെ എന്ത് വേണം? വിശ്വാസത്തോടൊപ്പം കർമ്മങ്ങൾ കൂടി ഉണ്ടാവുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മുടെ കർമ്മങ്ങളെ അല്ലാഹു, നമ്മുടെ ജീവിതത്തെ അല്ലാഹു പരിഗണിക്കുക. അപ്പൊ വിശ്വാസത്തോടു കൂടെ കർമ്മങ്ങൾ കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളെ അല്ലാഹു തആല പരിഗണിക്കുന്നത്. അപ്പൊ വിശ്വാസം ഉണ്ടായാൽ പോലെ കർമ്മം കൂടി വേണം. ഇത് രണ്ടും കൂടി യോജിക്കുമ്പോഴേ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയൂ. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ രണ്ടും കൂടെ വേണമല്ലോ. വിശ്വാസം വേണം, കർമ്മം വേണം. പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നിച്ചാകുമ്പോഴേ ലക്ഷ്യം നേടാൻ കഴിയൂ. അത് സ്വാഭാവികമായ ഒരു തത്വമാണ്. പ്രാർത്ഥനയും പ്രവർത്തനവും യോജിക്കണം, അപ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ ദ്വാരക്കണോ, ഫാത്തിഹ ഓതിയിട്ട് പടച്ചോനെ സ്വാലിഹായ കുട്ടിനെ തരണേ, സ്വാലിഹായ കുട്ടിനെ തരണേ. എല്ലാ വഖത്തിലും ഇയാൾ ദ്വാരക്കും. 1 മാസമല്ല, 2 മാസമല്ല, കൊല്ലങ്ങളായി ഇയാൾ ഇങ്ങനെ ദ്വാരക്കണു.
അവർ സ്ഥിരമായി ആണ് ദ്വാ ശ്രദ്ധിക്കുന്ന ഒരാൾ ചോദിച്ചു, മോനെ എത്ര കാലമായി സ്വാലിഹായ കുട്ടി ഉണ്ടാകാൻ ദ്വാരക്കണോ? ഞാൻ കുറേ കാലമായി ദ്വാരക്കൽ തുടങ്ങിയിട്ട് നിസ്കാരത്തിന് ശേഷം ദ്വാരക്കണേ, എനിക്കിന്ന് വരെ അള്ളാഹ് സ്വാലിഹായ കുട്ടിയെ തന്നിട്ടില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു കല്യാണം കഴിച്ചു ചോദിച്ചു. കല്യാണമൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ കുട്ടി ഉണ്ടാകണം? പിന്നെങ്ങനെ കുട്ടി ഉണ്ടാകണം? അപ്പൊ പ്രാർത്ഥിക്കുന്നതോടുകൂടെ ആ പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ പ്രവർത്തനം ഉണ്ടാകണം. സ്വാലിഹായ നല്ല നിക്കാഹിലൂടെ ഒരു വധുവിനെ തന്റെ അധീനത്തിൽപ്പെടുത്തണം. എന്നിട്ട് പടച്ചവനോട് ദ്വാരക്കണം. അപ്പൊ പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നിച്ചാകുമ്പോൾ ലക്ഷ്യം നേടാൻ കഴിയും. എല്ലായിടത്തും അങ്ങനെ തന്നെ, ദിക്റിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെ, സ്വലാത്തിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെ. എല്ലാ വിഷയത്തിലും വിശ്വാസം ഉണ്ടായാൽ പോരാ, കർമ്മവും വേണം. എന്നിട്ട് നോക്കൂ നിങ്ങൾ, നമ്മുടെ ജീവിതത്തില് ദിക്റുകളും ദുആകളും ഉണ്ടാവേണ്ടതുണ്ട്. മുജാഹിദാണെന്ന് കരുതിക്കൊണ്ട് ദിക്റുകളും ദുആകളും അവന്റെ ജീവിതത്തിൽ നിന്ന് വർജിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കണില്ല. അവൻ മുജാഹിദാന്ന് കരുതിയിട്ട് ദിക്റും ദുആയും ഒഴിവാക്കണമെന്ന് പഠിപ്പിക്കണില്ല. ഞാൻ പറയല്ല, മുജാഹിദിന്റെ നേതാവ് പറയാണ്. അപ്പൊ എന്ത് ചെയ്യണം? മുജാഹിദുകൾക്കും ദിക്റും ദുആ ഒക്കെ വേണം. അതില്ലാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ പറയേണ്ടി വന്നത്. ഉണ്ടെങ്കിൽ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ദിക്ർ ഹൽക്കകളെ അതിശക്തമായിട്ട് വിമർശിക്കുന്നു. വളരെ സത്യമാണ്, വളരെ സത്യമാണ്. സത്യം നമ്മൾ സത്യം തന്നെ പറയും. ഉള്ളത് ഇങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. സ്വലാത്ത് സദസ്സുകളെ അതിനിശ്ചിതമായി വിമർശിക്കുന്നു. അതും ശരി തന്നെയാണ്, അതും ശരി തന്നെ. ശരി, നമ്മൾ ശരി തന്നെ പറയും. സ്വലാത്ത് സദസ്സുകളെയും അതിനിശ്ചിതമായി നിങ്ങൾ വിമർശിക്കുന്നു. പക്ഷേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ദിക്റുകൾ ഉണ്ടാവണം. അപ്പൊ അതിങ്ങനെ വിമർശിച്ച് നടന്നാൽ പോരാ, നമ്മുടെ ജീവിതത്തിൽ ദിക്റുകൾ ഉണ്ടാകണം. തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും, അതാണ് കലിമത്ത് തയ്യിബ്. ആ കലിമത്ത് തയ്യിബ് റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നു. ദിക്ർ ഉണ്ടാകണം, സ്വലാത്ത് ഉണ്ടാകണം, തഹ്ലീൽ ഉണ്ടാകണം. ഇതൊക്കെ കലിമത്ത് തയ്യിബാണ്. എന്താ കലിമത്ത് തയ്യിബ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല വാക്കുകളാണ്. അത് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും ചെയ്യും. തീരുമാനമായില്ല, ഇനിയിപ്പോ എത്ര എടുക്കാറാണോ? സംഗതി തീരുമാനമായി. ഇതന്നെ ഇപ്പൊ നമ്മോടും പറയണത്. ഇലൈഹി യസ്അദു കലിമത്ത് തയ്യിബ് വൽ അമലു സ്വാലിഹു യർഫഉഹു. നോക്കൂ, അല്ലാഹുവിനെ സ്മരിക്കുന്ന ഇത്തരം ഉത്തമ വചനങ്ങളും സൽക്കർമ്മങ്ങളുമാണ് റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അതുണ്ടോ? ഇല്ല, ഇല്ല. മൂപ്പർ അനുയായികളോട് ചോദിക്കാൻ, ഇങ്ങനത്തെ കലിമത്ത് തയ്യിബുകൾ, പടച്ചവനിലേക്ക് ഉയർത്തപ്പെടുന്ന കലിമത്ത് തയ്യിബുകൾ നിങ്ങളും നമ്മളും ജീവിതത്തിലുണ്ടോ? അത് നമുക്ക് പറയാനുള്ളത് ഇല്ല. അതുകൂടി നിങ്ങളാണ് തുടങ്ങിക്കാളി. സൂചിപ്പിക്കേണ്ട, നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതാണ് സഹോദരങ്ങളെ. ഇനി കൃത്യമായി പഠിക്കേണ്ട ഒരു കാര്യം മൂപ്പര് പറയുന്നത് എന്താ? നിങ്ങള് നിസ്കാരം കഴിഞ്ഞ ചുമരമ്പക്ക് റബ്ബർ ബന്ധ് എറിഞ്ഞ പോലെ ഓടിപ്പോകരുത്, അവിടെ ഇരുന്ന് ചൊല്ലേണ്ടതൊക്കെ ചൊല്ലണം എന്നാണ് മൂപ്പര് പറയുന്നത്. പറയട്ടെ. പക്ഷേ സുബഹിക്ക് ശേഷം, നമസ്കാര ശേഷം ചില ദുആകളും ചില ദിക്റുകളും അതുപോലെ മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട് അല്ലേ? ഉണ്ട്. അപ്പൊ സുബഹിന് ശേഷം ദിക്റുകളും ദുആകളും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഏതായതിനെ കുറിച്ച് ആമന റസൂൽ ആയിരിക്കാം, അല്ലാഹു അഅലം. അതൊന്നും നിർവഹിക്കാതെ പോകലാണ് ഒരു മുജാഹിദിന്റെ ഐഡന്റിറ്റി എന്ന് നാം തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതൊന്നും നിർവഹിക്കാതെ എഴുന്നേറ്റ് പോകലാണ് ഒരു മുജാഹിദിന്റെ ഐഡന്റിറ്റി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടില്ല, നിങ്ങളും തെറ്റിദ്ധരിക്കാൻ ഞാൻ മതി. ദിക്റുകൾ ചൊല്ലേണ്ടത് ചൊല്ലണം, ചൊല്ലണം. അതന്നെ നമ്മൾ പറഞ്ഞു, ദിക്റുകൾ ചൊല്ലേണ്ടത് ചൊല്ലണം. ഓതേണ്ട വചനങ്ങൾ ഓതണം. ഓതണം. അതന്നെ നമ്മൾ പറയണേ, ഓതേണ്ട വചനങ്ങൾ ഓതണം. ആയത്തിൽ കുറിച്ച് ആമന റസൂലൊക്കെ തെറ്റാതെ ഓതണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അതിൽ തർക്കമില്ലല്ലോ. ഞാനൊരു മുജാഹിദാവണമെങ്കിൽ നമസ്കാരം കഴിഞ്ഞ ഉടനെ റബ്ബർ പന്ത് ചുമരിലേക്ക് എറിഞ്ഞതുപോലെ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഓടിപ്പോകണമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് നമ്മളും പറയണേ. അങ്ങനെ ഓരോന്ന് എണ്ണിന് സമ്മതിക്കും. അവൻ നിസ്കാര ശേഷം ചുമരമ്മക്ക് റബ്ബർ പന്ത് എറിഞ്ഞതുപോലെ ഓടിപ്പോകണമെന്ന ചിന്ത നമുക്ക് പാടില്ല എന്നാ. ആ പോലെ പറ്റി തന്നെ അവര് പറഞ്ഞു, മീർ അങ്ങോട്ട് തന്നെ അവർക്ക് പാടില്ല. പണ്ടേ നമ്മൾ പറഞ്ഞത് അത് തന്നെയാണ്. ആ നിസ്കാര ശേഷം പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, സാഷ്ടാംഗം നമിക്കുന്ന ഏറ്റവും പ്രബലമായ കർമ്മമായ നിസ്കാരം, അത് നിർവഹിച്ചിട്ട് അവിടെ ഒന്ന് ഇരിക്കുക. ഇരുന്നിട്ട് ദിക്ർ ചൊല്ലേണ്ടത് ചൊല്ലുക, ഓതേണ്ടത് ഓത്. അങ്ങനെ തന്നെയല്ലേ മൂപ്പര് പറഞ്ഞത്? അതൊക്കെ ചെയ്യണം. എന്നിട്ടോ ഇതൊക്കെ അമലു സ്വാലിഹികളാണ്. അതോ ഈ പറയപ്പെട്ടത് മുഴുവൻ അമലു സ്വാലിഹികളുമാണ്. അപ്പൊ ഈ രൂപത്തിൽ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലേക്ക് മാറും തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം സുന്നത്ത് ജമാഅത്തിന്റെ ശക്തമായ പ്രചരണങ്ങളെ കൊണ്ടും ദഅവത്തിന്റെ മാർഗങ്ങളെ കൊണ്ടും ഇവിടെ ഉണ്ടായിത്തീരുന്നു എന്നൊരു വസ്തുതയുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ബന്ധപ്പെട്ടവർ മരണപ്പെട്ടു പോയാൽ അവരുടെ ഖബറുകൾ നമ്മൾ സിയാറത്ത് ചെയ്യുന്നു.
ഖബർ സിയാറത്ത് സുന്നത്താണെന്ന് പഠിപ്പിച്ച ദീനിന്റെ ഉസൂൽ അടിസ്ഥാനത്തിൽ മഹാന്മാരായ ആളുകളുടെ ഖബർ സിയാറത്തിന് നമ്മൾ പോകുന്നു. അതുകൊണ്ട് നമ്മൾക്ക് പുണ്യമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് പരിശുദ്ധമായ ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ട വിഷയങ്ങളുമാണ്. അതടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നു. ഇതിന്റെ പേരിൽ വ്യാപകമായി അത് ശിർക്കാരോപണം നടത്തിയ ആളുകൾ ഇന്ന് ഖബർ സിയാറത്ത് ചെയ്യണമെന്ന് മാത്രമല്ല ഖബറിൽ പോയി പ്രാർത്ഥിക്കണം എന്ന് പറയേണ്ടിടത്തേക്ക് എത്തി. ഞാനത് കേൾപ്പിക്കും. അതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണിത്. ഖബർ സിയാറത്ത് ചെയ്യണമെന്ന് മാത്രമല്ല അവിടെ പോയി പ്രാർത്ഥിക്കണമെന്ന് മുജാഹിദിന്റെ ഇസ്ലാഹി പ്രഭാഷകരുടെ വേദികളിൽ നിന്ന് പ്രസംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ഹജ്ജിനും ഉംറക്കും പോകുമ്പോ പുണ്യം പ്രതീക്ഷിച്ച് മദീനയിൽ പോകരുത്. നമ്മുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ കിരീടം വെക്കാത്ത രാജകുമാരൻ ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്തിന് പോകുന്നത്, അവിടെ സന്ദർശിക്കാൻ പോകുന്നത് പുണ്യമില്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു വിഭാഗം ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. സിയാറത്ത് ചെയ്യണമെന്നല്ല, മലപ്പുറം ജില്ലയിലെ എടത്തനാട്ടുകാരെ പോലെയുള്ള പ്രദേശങ്ങളിൽ മുജാഹിദുകൾ ഖബറിൽ പോയി ദുആ ചെയ്യുന്നു എന്നാണ് മുജാഹിദിന്റെ ഒരു നേതാവ് പറയുന്നത്. പറയട്ടെ. മറ്റൊരു വലിയ പരാതി എന്താണ്? ഖബറിൽ പോയി ദ്വാരക്കണ മുജാഹിദുകൾക്ക് ഹറാമാണ്, മുജാഹിദുകൾ ഹറാമാണെന്നാ പറയുന്നത്. ഇതിനും ഞാൻ പറയുന്ന മറുപടി, മുജാഹിദ് പ്രസ്ഥാനത്തിൽ 30 വർഷക്കാലത്തോളം നിന്നു എന്ന് പറയുന്ന മാന്യദേഹം ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ ബോർഡ് ചെറിയ കുട്ടികൾക്ക് നൽകുന്ന മദ്രസ പാഠപുസ്തകങ്ങൾ ഒരു പ്രാവശ്യം വായിക്കണമേ എന്നേ എനിക്ക് അപേക്ഷിക്കാറുള്ളൂ. മുജാഹിദുകൾ ഖബർ സിയാറത്ത് ഹറാമാണെന്ന് പറയുന്നില്ല. എടത്തനാട്ടുകാരെ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങളൊന്ന് പോയി ഒരു ബസ് എടുത്തോളൂ, കാശൊക്കെ നമ്മൾ കൊടുത്തോളാം. അങ്ങനെ കണ്ടില്ലേ മോനെ? ഭാഗം ഒന്നുകൂടി കളിപ്പിക്ക്. ഒരു ബസ് എടുത്തോളൂ, കാശൊക്കെ നമ്മൾ കൊടുത്തോളാം. അവിടെയുള്ള പള്ളികളിൽ പോയാൽ കാണാൻ കഴിയും, അവിടെയുള്ള മുജാഹിദ് പ്രവർത്തകന്മാർ അവിടെയുള്ള മക്ബറകളിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് ഒരിക്കലും തന്നെ അത്രയും തെറ്റായ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിക്കരുതേ എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ആയിക്കോട്ടെ, ഞങ്ങൾ ഉന്നയിക്കണില്ല, ഞങ്ങളാണ് തുടങ്ങിക്കാളി. എടത്തനാട്ടുകാരല്ലേ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, എല്ലാവരും കൂടെ തുടങ്ങിക്കാളി. അപ്പൊ ഞങ്ങൾ ഈ ആരോപണമാണ് ഒഴിവാക്കും. ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നവരല്ല, ഒത്തൊപ്പിച്ച് ഹക്കുകൾ നന്മകൾ ചെയ്ത് നല്ല നിലക്ക് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവൻ ഞങ്ങൾ ഖബർ സിയാറത്ത് ഹറാമെന്ന് പറയണില്ല, ഞങ്ങളത് വേണ്ടെന്ന് പറയണില്ല. എടത്തനാട്ടുകര പോലെയുള്ള പ്രദേശങ്ങളിൽ മുജാഹിദിന്റെ പ്രവർത്തകന്മാർ ഖബറിൽ പോയി ദുആ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഇസ്രായി പ്രഭാഷണത്തിന്റെ വേദിയിൽ നിന്ന് കേൾക്കാൻ തുടങ്ങിയത് ശുഭലക്ഷണമായി നമ്മൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഇവിടെ വിവാഹങ്ങൾ നടക്കുമ്പോൾ, കല്യാണങ്ങൾ നടക്കുമ്പോൾ സുന്നികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആക്ഷേപം ഇവിടെ സ്ത്രീധനം വാങ്ങുന്നു എന്നതാണ്. ഞാൻ അതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ആക്ഷേപം ഉന്നയിക്കുന്നവരെങ്കിലും അത് വാങ്ങാതിരിക്കുമ്പോഴല്ലേ ആക്ഷേപം ഉന്നയിക്കുന്നതിൽ ഒരു അർത്ഥമുള്ളൂ, അല്ലെങ്കിൽ അർത്ഥമില്ലല്ലോ. ഒരാളെ സംബന്ധിച്ച് നമ്മളൊരു വിഷയത്തിൽ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ആ ആക്ഷേപം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ആക്ഷേപം ഉന്നയിക്കുന്നവർ മാറി നിൽക്കുമ്പോഴാണ് പറയാനൊരു സുഖം ഉണ്ടാവുള്ളൂ. മുജാഹിദിന്റെ ഒരു നേതാവ് പറയാണ്, സ്ത്രീധനം സുന്നികൾ പരസ്യമായി ചോദിച്ചു വാങ്ങും, നമ്മൾ സ്വകാര്യമായിട്ട് വാങ്ങും. പരസ്യമായിട്ട് പറയാറുണ്ട്. ഇത് പണ്ടേ നമ്മൾ പറയാറുണ്ട്. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്ന്, ഉത്തരവാദപ്പെട്ട ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇതിൽ അത്ഭുതപ്പെടുകയാണ്. സുന്നികൾ പരസ്യമായി വാങ്ങുന്നു, നമ്മൾ അവരെ വെറുതെ വിമർശിക്കാൻ പോലും നല്ലോലാണ്, നമ്മളൊക്കെ രഹസ്യമായിട്ടല്ലേ വാങ്ങല് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മാത്രമല്ല, പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിവാഹ കല്യാണ നിശ്ചയ വേദികൾ നടക്കുന്ന ഒരു വിഷയം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. സുഹൈർ ചുങ്കത്തറ എന്താ പറയുന്നത്? മുജാഹിദിന്റെ വീട്ടിലെ വിവാഹ നിശ്ചയമാണെങ്കിൽ അവിടെ നടക്കുന്ന സംഭവം മൂപ്പർ ശരിക്കും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് ആ ഭാഗം വരുമ്പോൾ ഞാൻ പറയും, അദ്ദേഹം പറയട്ടെ. ഇതാണ് ചിലർ ചോദിച്ചു വാങ്ങും, സുന്നികൾ നല്ലവരാണവർ, ചോദിച്ചു വാങ്ങും. മറ്റേ ചോദിക്കാതെ വാങ്ങും. ഉള്ളിക്കൂടെ ഏട്ടത്തിക്ക് എത്രയാ കൊടുത്തത്, എന്റെ ഏട്ടൻ കെട്ടിയപ്പോ എത്രയാ വാങ്ങിയത്, നിങ്ങൾ ഇഷ്ടമുള്ളത് കൊടുത്തോളി, നിങ്ങളെ മോളാണ് കേട്ടോ. അങ്ങനെ പറയുള്ളൂ. സുന്നിയാള് പിന്നെ ചോദിച്ചു വാങ്ങും, മുജാഹിദാർ പിന്നെ ചോദിച്ചൂല, ഏട്ടത്തിക്ക് അത്രേ കൊടുത്തത് കേട്ടോ, ശ്രദ്ധിച്ചാളെ വേണ്ടീന്ന് അത്രേ പറയുള്ളൂ. അപ്പൊ ഏട്ടത്തിക്ക് എത്രേ കൊടുത്തു ഒന്ന് പറയുമ്പോ ഇത് ഖിയാസാക്കിക്കൊള്ളന്നായി പറഞ്ഞത്. നിങ്ങൾ ഇഷ്ടമുള്ളത് കൊടുത്തോളി, നിങ്ങളെ മോളാണ് കേട്ടോ, പേടിപ്പിക്കുക ആ രീതിയിൽ. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാലോ, കല്യാണാലോചനയിലെ സ്വഭാവങ്ങൾ കണ്ടിട്ടില്ലേ? എന്ത്
ഇനി കല്യാണാലോചന സ്വഭാവം ഏത് കല്യാണം മുമ്പിൽ പ്രത്യേകിച്ച് വേർതിരിച്ച് പറയുന്നുണ്ട്. അവ കല്യാണാലോചന വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാണ്. നമ്മളിപ്പോൾ ഇതുവരെ പള്ളിയിലൊന്നും പോയിട്ടില്ല, പള്ളി പോയി വിഷയം നിങ്ങളാക്കണ്ട, നമ്മൾ കൊണ്ടുപോയിക്കോളാം. മൊക്കനിട്ട് അതൊക്കെ നമ്മൾ ഇട്ടോളാം, അതിലൊന്നും നിങ്ങൾ ബേജാറാകേണ്ടതില്ല. ഓള് പിന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു പിന്നിലൊക്കെ നമ്മൾ നടത്തിക്കോളാം, അതൊക്കെ നമ്മൾ ശരിയാക്കിക്കോളാം. പിന്നെ പണ്ടും പരിശോധന ഇപ്പം ഞങ്ങൾ കൊടുക്കൂലേ, എന്നാൽ നമുക്ക് പിരി അസ്സലാമു അലൈക്കും. അങ്ങനെയാണ് മുജാഹിദുകാർ ചെയ്യലെന്നാണ് മൂപ്പര് പറയണത്. മുജാഹിദിന്റെ വലിയ നേതാവാണത്. ഓള് മക്കനടലില്ല. എന്റെ വീട്ടിലൊക്കെ മക്കനൊട്ടിയാളാ. ഓള് ഇവിടെ വന്നാ പിന്നെ മക്കനിട്ടേ പുറത്തണം. പള്ളിയിലൊന്നും ഇതുവരെ പോയിട്ടില്ല. അതൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, ഞങ്ങൾ 5 പള്ളിയിൽ പോണവരാ. പിന്നെ നിസ്കാരത്തിലൊക്കെ ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്നും സാരല്ല. പിന്നെ നമ്മളെ പണ്ടത്തിൽ ലേശം ഒരു കുറവുണ്ട്. എന്നാ നമുക്ക് പിന്നെ കാണാം, അസ്സലാമു അലൈക്കും. ഇതാണ് മുജാഹിദിന്റെ കല്യാണത്തിലെ പല കല്യാണാലോചനയിലെയും സ്വഭാവം. എന്തിനാ അങ്ങനൊക്കെ പറയണു? ഇത് നമ്മൾ പറയുമ്പോൾ ആരോപണമാണെന്ന് നിങ്ങൾ പറയും. അതുകൊണ്ടാണ് LCD ആണെന്നൊക്കെ പറയുന്നത്. അത് ഗീബത്തൊന്നുമല്ലത്. ചിലവർ മനസ്സിലാക്കി LCD ഗീബത്താണ്. അത് കേട്ടാൽ അത് ഗീബത്തിന്റെ ആയത്തെ 2 മാസം മുമ്പ് ഇറങ്ങിയാന്നൊക്കെ തോന്നിപ്പോകും. ഇങ്ങനെ ചില വിഷയങ്ങൾ നേർക്ക് നേർ പറയുമ്പോഴാണ് ഇവരുടെ നേതാക്കന്മാരുടെ പ്രഭാഷണത്തിന്റെ രൂപമാണിത്. അവ പണ്ടത്തിന്റെ പൈസയുടെ വിഷയങ്ങൾ പറയുമ്പോ സലാം പറഞ്ഞ് പിരിഞ്ഞു പോരാ. നിങ്ങൾ മൂപ്പർക്ക് ഒരു വിഷയം പറയട്ടെ. നിങ്ങൾ പറ. അപ്പോൾ ആഭരണം, കല്യാണത്തിന്റെ ദിവസം ആഭരണം അഴിച്ചു വെക്കാതെ ഡ്രസ് അഴിപ്പിച്ചു വെക്കുന്നു. ഒരു ടവല് വരെ ഉള്ളതിടാൻ സമ്മതിക്കൂല. കാരണം അഭിമാനം, ഉളുപ്പില്ലേ നമുക്ക്. അത് തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്. ഈ രൂപത്തിൽ കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ എത്തി നിൽക്കുന്ന വിഷയങ്ങളാണ് ഇപ്പോഴുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും നേരായ പാതയിലൂടെ നേർരേഖയിലൂടെ കൊണ്ടുപോകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികൾക്കെതിരെ വേണ്ടാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചവർ അവർ തന്നെ പ്രത്യുത ആരോപണങ്ങളിലേക്ക് മടങ്ങിപ്പോയിട്ടുള്ള സാഹചര്യങ്ങളിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇവിടെ ജിന്ന് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ജിന്ന് എന്ന് പറയുന്നത് അത് പരിഷ്കാരമില്ലാത്തവരും ഇൻസ് എന്ന് പറയുന്നത് പരിഷ്കാരമുള്ളവരും എന്ന് വ്യാഖ്യാനിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ജിന്ന് ഇൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ താമസിക്കുന്ന തുണി കുപ്പായൊക്കെ ഇട്ട് കിടക്കുന്ന ആളുകൾ. ജിന്ന് എന്ന് പറഞ്ഞാൽ ആദിവാസികളെ പോലെ അങ്ങനെയൊക്കെ പരിഷ്കാരമില്ലാതെ നടക്കുന്ന ആളുകൾ. ആ രൂപത്തിൽ വ്യാഖ്യാനിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ. പിന്നീട് പോയി എന്ന് മാത്രമല്ല, ജിന്ന് കൂടുക, അതുപോലെ തന്നെ ജിന്നടിച്ചിറക്കുക, ജിന്ന് കൂടുക, പിശാച് ബാധയേൽക്കുക, അങ്ങനത്തെ ഒരു സംഗതി ഇല്ല. ഇതൊക്കെ കള്ളപ്രചരണമാണ്, തട്ടിപ്പുകളാണ് എന്നൊരു കാലത്ത് പ്രസംഗിച്ചു. പിന്നീട് നേരെ തിരിച്ചു പറഞ്ഞു അതങ്ങനുണ്ട്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സ്വദുറുകളിൽ, നെഞ്ചുകളിൽ, ഹൃദയങ്ങളിൽ പിശാച് വസ്വാസ് ഉണ്ടാക്കും. അങ്ങനെ പിശാച് ശരീരത്തിൽ കയറിയാൽ പിന്നെ അത് അടിച്ചിട്ടും ഇടിച്ചിട്ടും ഇറക്കേണ്ടതാണ് എന്ന് പിന്നീട് വരെ മാറി പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാ? അത് പഠിക്കാതെ പറഞ്ഞതുകൊണ്ട്. പിന്നീട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടോ? അത് പഠിച്ചു പറഞ്ഞതുകൊണ്ട്. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസങ്ങളും പൈതൃകങ്ങളും മാറ്റി മാറ്റി പറയേണ്ടി വരുന്നത് അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നിന്ന് വ്യക്തമായി പഠിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇബാദത്തിന്റെ നിർവചനം പറയുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ തൗഹീദിന് നിർവചനം പറയുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ ദുആക്ക് നിർവചനം പറയുന്ന വിഷയത്തിൽ പാരമ്പര്യമായി മുൻകാലത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കൾ എന്തു പറഞ്ഞോ അതിൽ അടിയുറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മാറ്റി പറയാനോ തിരുത്താനോ നമുക്ക് പിന്നീട് ഒരു അവസരം ഉണ്ടാവേണ്ടതില്ല. അള്ളാന്റെ ദീനിന്റെ പരിശുദ്ധമായ നിയമങ്ങൾ ആ നിലക്ക് സ്ഫുടം ചെയ്തെടുത്ത് കൃത്യമായെടുത്ത് പറയേണ്ടവരാണ് നമ്മൾ. ജിന്നിനെയും പിശാചിനെയും നിഷേധിച്ചുകൊണ്ട് സക്കരിയ സ്വലാഹി ആദ്യം നടത്തിയ പ്രസംഗം ഒന്ന് കേൾക്കുക. ഇനി വേറെ ഒരു കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ജിന്ന് കൂടാറുണ്ടായിരുന്നു. സുന്ദരികളായ പെൺകുട്ടികളുടെ ദേഹത്താണ് ജിന്ന് കൂടുക. ഇന്നൊരു ശൈത്താൻ കൂടാനാ പറയാ. ഇന്നൊരു ശൈത്താൻ ഇളക്കല്ലെന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് പകലൊന്നും ശൈത്താൻ ഇളകൂല, രാത്രി ഇളകുള്ളൂ. എന്നിട്ട് ഈ പെൺകുട്ടിനെയും ശൈത്താൻ ഇളക്കാൻ വന്ന ശൈത്താനെയും കൂടി ഒരു റൂമിലാക്കിയിട്ട് നേരം വെളുക്കോളം മൊത്തം മനുഷ്യന്മാര് പുറത്ത് കാത്തിക്കുക, ശൈത്താൻ ഇളകണം കാത്ത്. അതുകൊണ്ടുണ്ടായ എന്തെല്ലാം ദുരന്തങ്ങൾ നാട്ടിൽ. ഇപ്പൊ എന്താ ശൈത്താൻ കൂടാത്തത്? ഇപ്പൊ എന്താ ശൈത്താൻ ഇളക്കലില്ലാത്തത്? ശൈത്താനൊക്കെ മറഞ്ഞുപോയോ? സലഫി പ്രസ്ഥാനം കേരളത്തിൽ വന്നോടെ സലഫി പ്രസ്ഥാനം ചെല്ലോടത്തൊക്കെ ഇങ്ങനെ ശൈത്താൻ നീങ്ങി പോവുക. സുഹൃത്തുക്കൾ, ഇതൊരു തട്ടിപ്പായിരുന്നു എന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. എങ്ങനെ ഈ ജിന്നുകൂടൻ
ഇതൊക്കെ ചില പൈശാചികമായ പ്രവർത്തനങ്ങളാണ്. ഇതിലൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഇതൊക്കെ പൈശാചികമായ പ്രവർത്തനങ്ങളാണ്, ഇതിലൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്ന് അന്ന് അദ്ദേഹം പ്രസംഗിച്ചെങ്കിൽ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം ഒന്ന് കേൾക്കുക. ഇതേ മനുഷ്യൻ അവൻ ശരീരത്തിൽ കടക്കൂലെങ്കിൽ സുദർ എവിടെ? മനുഷ്യ ഹൃദയങ്ങളിൽ നിർബന്ധം നടത്തുന്നു. മടവൂയർ നിർബന്ധമൊക്കെ രണ്ടടി ഇപ്പുറത്തിന് പോസ്റ്റ് ചെയ്യല. അവിടെ നിൽക്ക് മകനെ, ഒരു നിർബന്ധം. സുല്ലമേ അവിടെ നിൽക്ക്, ഒരു നിർബന്ധം. ഇങ്ങനെ വിടില്ല തന്നെ. ഉളുപ്പുണ്ടോ ശരീരത്തിൽ? കടക്കൂല. അറിയാം ഈ ശരീരത്തിൽ കടക്കുകയില്ലെന്ന് പറഞ്ഞ അതേ ആൾ തന്നെ കടക്കൂല എന്ന് പറയാൻ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കേണ്ടിടത്തേക്ക് വിഷയങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാനാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കാലം വരെ മഹിതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആശയങ്ങളും ആദർശങ്ങളും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അടിസ്ഥാനപരമായി ഇന്നുവരെ പറഞ്ഞതിൽ നിന്നും മാറേണ്ട ഒരു വിഷയം വരാത്തത്, അത് പാരമ്പര്യമായി കിട്ടിയത് അത് അപ്പടി പറഞ്ഞതുകൊണ്ടാണ്. ആ പാരമ്പര്യമായി കിട്ടിയത് അപ്പടി പറഞ്ഞതുകൊണ്ട് മാറ്റി തിരുത്താനും മാറ്റിമറിക്കാനുമുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ സംജാതമാകുന്നില്ല. അതുകൊണ്ടാണ് കാലങ്ങളിലായി നമ്മൾ പറയുന്നത് പാരമ്പര്യമാണ് നമ്മുടെ അടിസ്ഥാനം. ആ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കാനും അത് സമുദായത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താനുമാണ് കേരളത്തിന്റെ നാലറ്റങ്ങളിൽ, അതിന്റെ പുറമെ തമിഴ്നാട്, കർണാടക പോലെയുള്ള കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രവർത്തകന്മാർക്ക് മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ഇത്തരം ആദർശ വിഷയങ്ങൾ രണ്ട് രൂപത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹക്കായ ദീൻ അതുപോലെ നമ്മൾ പഠിക്കണം. ഇത് വാശിയുടെയോ വൈരാഗ്യത്തിന്റെയോ വിഷയം അല്ല. ഇത് ഹക്കും ബാത്തിലും തൗഹീദും ശിർക്കും തമ്മിലുള്ള വിഷയമാണ്. മാത്രമല്ല, നമ്മൾക്കിടയിലേക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ തർക്കം വന്നാൽ, എന്തെങ്കിലും ഒരു ഫത്വക്ക് ആവശ്യം വന്നാൽ നമ്മൾ ചെയ്യാറുള്ളത് നമ്മൾ ആലിമീങ്ങളെ സമീപിക്കും എന്നത് പാരമ്പര്യമായി നമ്മളിലുള്ള ഒരു സ്വഭാവമാണ്. അല്ലെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പോലെയുള്ള മഹത്തായ സംഘടനയിലെ ആലിമീങ്ങൾ, നിറഞ്ഞ വിജ്ഞാനമുള്ള ആലിമീങ്ങൾ, അവരെ നമ്മൾ സമീപിച്ച് അവരോട് ഫത്വ ചോദിക്കുന്നത് സ്വാഭാവികമായി നമ്മളിൽ കണ്ടുവരുന്നതാണ്. അതിന് പ്രത്യേകമായി ഒരു ഫത്വ കമ്മിറ്റി മഹിതമായ സംഘടനയ്ക്ക് കീഴിലുണ്ട്. അവർക്ക് കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായി അവർ വിശ്വസിക്കുന്ന ശാഫിഈ മദ്ഹബിന്റെ ഫിഖ് അടിസ്ഥാനത്തിൽ ഇവിഷയകമായി ഇന്നതാണ് ഇതിന്റെ മസല എന്ന് വളരെ വ്യക്തമായി നമുക്ക് തരുന്നു. അതിനാണ് പണ്ഡിതന്മാരെ ദീനിനെ നിലനിർത്താൻ വേണ്ടി നമ്മൾ നേതൃത്വം ഏൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ മുജാഹിദ് സെന്ററിലേക്ക് ഒരു വിഷയത്തെ ചോദിച്ച് മസല ചോദിച്ച് ഒരു ചോദ്യം കൊടുത്തുള്ള ഹാൽ എന്താണെന്ന് മുജാഹിദിന്റെ നേതാവ് അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ പറയട്ടെ. സലാം സ്വലമി എഴുതിയതാണോ ശരി, അതല്ല എം നദീം എഴുതിയതാണോ ശരി, അറബി പണ്ഡിതന്മാർ ഇപ്പൊ പറഞ്ഞതാണോ ശരി? ഉത്തരം വളരെ വ്യക്ത. സലാം സ്വലമി എഴുതിയ പുസ്തകം ആദ്യം വാങ്ങാം. ഒരു 75 100 ഉറുപ്പിക കൊടുത്താൽ കാനമിന് കൊടുക്കണ പൈസ ഉണ്ടോ, കൊടുത്താൽ ആ പുസ്തകം കിട്ടും. എന്നിട്ട് സലാം സ്വലമി എഴുതിയത് എന്താന്ന് വായിച്ചു നോക്കാം. പിന്നെ ഇതിന്റെ മറുവശം കേൾക്കണമെങ്കിൽ കേന്ദ്രം തന്നെ പ്രസിദ്ധീകരിച്ച എം നദീം എഴുതിയ വേറെ പുസ്തകമുണ്ട്, അത് അവിടെ തന്നെ വാങ്ങാം. ഒരു 10-60 ഉറുപ്പിക കൊടുത്താവും കിട്ടും. അപ്പൊ എന്തായി, ഒരു ചോദ്യകർത്താവിന് ചോദ്യം മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? മുജാഹിദ് സെന്ററിൽ 160 ഉറുപ്പിക കൊടുക്കുക. എന്നാൽ ചോദ്യം മനസ്സിലാവും. എന്നിട്ടോ അത് രണ്ടും അപ്പുറപ്പുറം വായിച്ചു നോക്കിയിട്ട് ഉത്തരത്തിന്റെ കാര്യത്തിൽ നിങ്ങളൊരു നിഗമനത്തിൽ എത്തിക്കോളൂ, നമ്മളെ വിട്ടളിയിൽ. മുജാഹിദ് സെന്ററിൽ ആരെങ്കിലും ഒരു സംഗതിന്റെ ഫത്വയും ചോദിച്ചു വന്നാൽ എന്തായിരിക്കും ഉത്തരം? അപ്പുറത്തെ പീടിയെന്ന് ഖുർആൻ വാങ്ങുക, ഇപ്പുറത്തെ പീടിയെന്ന് ഹദീസുകളും വാങ്ങുക, എന്നിട്ട് അത് അർത്ഥമൊന്നും അറിയില്ലെങ്കിൽ പരിഭാഷ അതിൻ്റെ അപ്പുറത്തുനിന്ന് വാങ്ങുക, പിന്നെ വിഷയങ്ങളുടെ ലിസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു ഇൻഡെക്സ് ഇപ്പുറത്തുനിന്ന് വാങ്ങുക. ഇതെല്ലാം കൂടി കൂട്ടി നോക്കി വായിച്ചിട്ട് പരേ കുത്തർന്ന് നോതി ഒന്ന് പഠിച്ചു നോക്കിയിട്ട് താങ്കൾ ഒരു നിഗമനത്തിൽ എത്തിക്കോളൂ. ഇതിന് മുജാഹിദ് പ്രസ്ഥാനം വേണം ചങ്ങന്മാരെ. വേണ്ട, അതിനാ വേണ്ടി ആവശ്യമില്ലല്ലോ, അവനാൻ തന്നെ പോയി വാങ്ങിയാ പോരെ. വേണ്ട, ഇതിന് കേനമ് വേണോ, ഇതിന് അൽമനാർ വേണോ? വേണ്ടാന്ന്. ഇത് അവനാൻ തന്നെ അങ്ങാടി പോയിട്ട് ഓരോ കിതാബ് അതിന് പരിഭാഷ വാങ്ങി തീരുമാനം പറയാൻ എന്തിനാ സംഘടന? ഇവരമ്മോട് ചോദിച്ചാൽ വേണം, വേണ്ടാന്ന് ഞാൻ പറയണേ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മഹിതമായ സംഘടന, ഉത്തരവാദിത്ത ബോധമുള്ള നിറഞ്ഞ ഇൽമുള്ള മഹാന്മാർ ഉൾക്കൊള്ളുന്ന സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായതും അങ്ങനെ ഒരു മുസാവറ രൂപീകരിച്ചതും ഇങ്ങനെ ഒരു വിഷയത്തിനാണ്. ഇത് ദീനിന്റെ വിഷയമായതുകൊണ്ട് ഉത്തരവാദിത്വത്തോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് ഇതൊക്കെ. ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനാണ്. ഇതാരുടെയെങ്കിലും തറവാടിന്റെയോ കുടുംബപരമായ മഹിമയുടെയോ സ്ഥാനമാനങ്ങളുടെയോ ഭാവി ജീവിതത്തിന്റെ മറ്റു കാര്യങ്ങളുടെയോ വിഷയമല്ല ഇത്.
പരിശുദ്ധമാക്കപ്പെട്ട സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫയിൽ നടത്തിയ പ്രസംഗത്തിൽ മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ഈ ദീൻ സമ്പൂർണ്ണമാണ്, ഈ ദീൻ പൂർണ്ണമാണ്, ഇത് ഞാൻ നിങ്ങൾക്ക് ഇതാ ഏൽപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഇവിടെ ഇല്ലാത്ത ആളുകൾ, ഇവിടെയുള്ള ആളുകൾ ഇല്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് പരിശുദ്ധ ദീനിന്റെ സുന്ദരമായ സന്ദേശങ്ങൾ ലോകത്തിന്റെ മുഴുവൻ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ലാ റസൂല ബഅദി വലാ നബിയ്യ, ലാ റസൂല ബഅദി വലാ നബിയ്യ, എന്റെ ശേഷം ഒരു നബി വരൂല, എന്റെ ശേഷം ഇനി ഒരു പ്രവാചകൻ വരൂല. പ്രവാചക ശൃംഖലയ്ക്ക് പരിസമാപ്തി കുറിച്ചിട്ടുമാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇനി ദീനിന്റെ നിയമങ്ങൾ പറയാൻ, ദീനിന്റെ മസലകൾ പറയാൻ ഇവിടെ ഒരിക്കലും തന്നെ പരിശുദ്ധമായ ദീനിനെതിരെ, ഈ പരിശുദ്ധ ഖുർആനിനെതിരെ മറ്റൊരു ഗ്രന്ഥം വരൂല. ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ദീൻ ഈ രൂപത്തിൽ നിലനിൽക്കണം എന്ന് നമ്മൾ പറയുന്നത്. സത്യം അതുപോലെ മനസ്സിലാക്കാൻ പടച്ച റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ.